സദ്ഗുരുവേ ശരണം. എല്ലാവർക്കും ലൈഫ് ഡിവൈൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയ്ക്ക് ശേഷം നമുക്ക് ലഭിച്ച കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പേഴ്സണലായിട്ട് ലഭിച്ച കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പോൾ ആദ്യം ഞാൻ ആ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് പെട്ടെന്നൊന്ന് പറയാം. എല്ലാവരും നല്ലതാണ്, എല്ലാം ശരിയാണ്, എല്ലാം പെർഫെക്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് വീട്ടിലിരിക്കാൻ നല്ല സുഖമായിരിക്കും. പുറത്തിറങ്ങി മനുഷ്യരുമായിട്ട് ഇടപെട്ട് ജീവിച്ച് പഠിച്ചിട്ട് വേണം കാര്യങ്ങൾ പറയാൻ. അതാണ് ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു കമൻറ്റ്. രണ്ടാമത്തത്, ആധ്യാത്മിക വിഷയങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തല്ലോ, അത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ലളിതമാക്കി പറഞ്ഞാൽ കൊള്ളാം. പിന്നെ എല്ലാം നല്ലതാണ്, എല്ലാം പെർഫെക്റ്റ് ആണ്, എല്ലാവരും നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് ഈ കണ്ണടച്ചിരുട്ടാക്കാൻ വല്ല ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ പറയുന്നത്, ഗുരുവിൻ്റെ പേര് പറഞ്ഞ് തത്വചിന്തകൾ വിളമ്പാതെ പ്രായോഗികമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കണം. ഇത് ഒരാളുടെ അഭിപ്രായമാണ് കേട്ടോ. അധികാരവർഗത്തെ മുഴുവൻ ന്യായീകരിച്ചുകൊണ്ട് ആശ്രമം നശിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. നിങ്ങളുടെ ഈ പ്രവർത്തനം നിർത്തണം. ഗുരുമാർഗത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള, ഗുരുവും ശിഷ്യനും തമ്മിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ചില സൂത്രങ്ങളും അങ്ങനെയുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് നിസ്സാരവൽക്കരിച്ച് സംസാരിച്ചതായി തോന്നി. അത് കുറച്ചുകൂടെ ഗൗരവമായി അല്ലെങ്കിൽ കുറച്ചുകൂടെ നന്നായി അത് പ്രസന്റ് ചെയ്യാമായിരുന്നു. ഇതാണ് അടുത്ത ഒരു അഭിപ്രായം. ഇനി എൻ്റെ ഒരു പേഴ്സണൽ ഡൗട്ടും കൂടെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ കാരണം ഒരുപാട് പേര് എന്നോട് ഈ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്. അപ്പം അതും കൂടെ ഞാൻ അതിനകത്ത് ശ്രീയോട് ചോദിക്കുകയാണ്. അതായത് ഇപ്പം എല്ലാ സ്ഥാപനങ്ങളിലും, ഇപ്പം അത് വീട്ടിലായാലും ശരി നാട്ടിലായാലും ശരി, എല്ലാവരും പ്രവർത്തിച്ചു വരുമ്പോൾ ഒരുപാട് കുഴപ്പങ്ങളും പ്രശ്നങ്ങളുമാണ് ശരിക്കും പ്രാക്ടിക്കൽ ലെവലിൽ ഉണ്ടാവുന്നത്. അപ്പം എല്ലാം പോസിറ്റീവായിട്ട് കാണണം, തെറ്റ് കാണരുത് എന്നുള്ള ഒരു കാര്യം, എല്ലാം നല്ലത് കണ്ടാൽ മതി എന്ന് പറയുമ്പോൾ ഈ പ്രശ്നങ്ങളും അതിൻ്റെ ഫലമായിട്ടുണ്ടാവുന്ന കാര്യങ്ങളും അതിൻ്റെ അനന്തര ഫലങ്ങൾ അതൊക്കെ ആര് സഹിക്കും? അല്ലെങ്കിൽ അതിൻ്റെ നഷ്ടം എങ്ങനെ നമുക്ക് സഹിക്കാൻ പറ്റും? അപ്പം ഇതിനൊക്കെ ഒരു തിരുത്തൽ വേണം. അപ്പം എല്ലാം പോസിറ്റീവായിട്ട് കാണുമ്പോൾ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സൈഡ് എന്ത് ചെയ്യും? ഇതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഡൗട്ട്. അത് ഒരുപാട് പേരുടെയും ഡൗട്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ശ്രീയുടെ അടുത്ത് ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യങ്ങൾ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുമ്പോൾ, ഞാൻ ലോകത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ച് ജനങ്ങളുമായിട്ടൊക്കെ ഇടപഴകി പഠിച്ചിട്ട് വേണം ഇതുപോലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്താനെന്നുള്ള ഒരു വിഷയം പറഞ്ഞു. അപ്പോൾ ഒന്നാമതായി, ഞാൻ ഈ ലോകത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ്. ഞാൻ ഈ ലോകത്തിൽ ജനിച്ചു, ഒരു വലിയ കുടുംബത്തിൽ ജീവിച്ചു, ഒരുപാട് ബന്ധുജനങ്ങളുമായിട്ട് ഇടപഴകി വളർന്നു, ഒരു സ്കൂളിൽ പഠിച്ചു, കോളേജുകളിൽ പഠിച്ചു. അതിനുശേഷം കുറേ ആധ്യാത്മിക ഗുരുക്കന്മാരുടെ പുസ്തകങ്ങളൊക്കെ വായിച്ചു. അതിനുശേഷം നമ്മൾ ആശ്രമത്തിൽ വന്ന് അടുക്കളയിലും ഡയറി ഫാമിലും ഒക്കെ പ്രവർത്തിച്ചു. അങ്ങനെ പിന്നെ അതിനുശേഷം ഞാൻ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ കുറച്ച് നാൾ ജോലി ചെയ്തു. മധ്യപ്രദേശിൽ കുറച്ച് നാളുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഒരു വലിയ കുടുംബത്തിനോടൊപ്പം ജീവിക്കുന്നു. അങ്ങനെ പിന്നെ നമ്മുടെ ആധ്യാത്മിക സാധനകളും അല്ലെങ്കിൽ ഗുരുശിഷ്യബന്ധം അങ്ങനെയൊക്കെയുള്ള ഒരു അനുഭവവശം. അപ്പോൾ ഇത്രയും വിഷയത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെ ജീവിച്ച് പഠിച്ച കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. അതിൽ തന്നെ ഇപ്പോൾ എൻ്റെ ഒരു ചെറുപ്പം ഞാനിപ്പോൾ ഒന്ന് നോക്കുമ്പോൾ, ഇപ്പോൾ ഈ പറഞ്ഞ ആൾ ഈ എന്നെ പരിചയമുള്ള ഒരാൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് മാത്രമല്ല, അതൊരു കുറച്ച് പേർക്കുള്ളൊരു സംശയമാണ്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഒരു സ്വഭാവം ഞാൻ നോക്കുമ്പോൾ, ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഒരു ചിന്താഗതി, ഒരു സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്താഗതി, ജീവൻ കൊണ്ട് അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ട്. അപ്പോൾ ഒരു സമത്വവും സാഹോദര്യവും ഒക്കെയാണ്. അപ്പോൾ ചെറുപ്പത്തിലെ അങ്ങനെ ഒരു ചിന്താഗതി. അപ്പോൾ എന്തു പറ്റുമെന്ന് വെച്ചാൽ, നമുക്ക് ഈ സ്ഥാനമാനങ്ങളും വലിപ്പവും അങ്ങനെയല്ല, ഒരു വ്യക്തികളോടാണ് മാന്യത. അപ്പോൾ പണ്ടേ അങ്ങനെയാണ്, വലിപ്പ ചെറുപ്പങ്ങളില്ലാതെ വ്യക്തികളോടാണ് മാന്യത. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഈ ചെറുപ്പത്തിലൊക്കെ ഈ നമ്മുടെ ജോലിക്കാരൊക്കെ, ഓരോ ജോലിക്കാരോടെല്ലാം പോയി സംസാരിച്ച് പിന്നെ അതൊക്കെ പണികളൊക്കെ പഠിച്ച് വളരെ സ്നേഹമായിട്ടാണ് അവരുടെ അടുത്ത്, ചെറിയ ചെറിയ ആൾക്കാരെന്ന് സമൂഹം വിലയിരുത്തുന്ന ആൾക്കാരുടെ അടുത്താണ് ഞാൻ വലിയ രീതിയിലും വളരെ ബഹുമാനത്തോടെ സ്നേഹത്തോടെയൊക്കെ പെരുമാറി വന്നിട്ടുള്ളത്. അതേസമയം ഈ വലിയ ആൾക്കാരോട് പെരുമാറുമ്പോൾ അവരുടെ സ്ഥാനം നോക്കാതെ തർക്കിച്ച ഒരുപാട് അവസരങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഇപ്പോൾ കോളേജിൽ തന്നെ നമ്മുടെ ഒരു ലൈബ്രറിയിലുള്ള ഒരു അറ്റൻഡറിനോട് ഞാൻ വളരെ ബഹുമാനത്തോടെ, കാര്യം അദ്ദേഹം നമുക്ക് പുസ്തകങ്ങളൊക്കെ തരുന്നു, നമ്മളോട് വളരെ സ്നേഹമാണ്. അപ്പോൾ അദ്ദേഹത്തോട് വളരെ ബഹുമാനത്തോടെ ഞാൻ ഇടപഴകുമ്പോഴും ഒരു സമയത്ത് അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ കോളേജിലെ പ്രിൻസിപ്പൽ, എല്ലാവരും പേടിച്ച് പറയ്ക്കുന്ന പ്രിൻസിപ്പലിനോട് ഞാൻ വഴക്കൂടുന്നു. അപ്പം
ആ ഒരു സ്ഥാനത്തിനല്ല നമ്മൾ മാനിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് ആ ഒരു എന്താണ് ആ സാഹചര്യത്തിനനുസരിച്ച് അറിയാതെ സംസാരിച്ചു പോയത്. അപ്പോൾ ആദ്യകാലങ്ങളിലെല്ലാം എന്താണ് പല ഓഫീസുകളിലും ഇപ്പോൾ പഞ്ചായത്ത് ഓഫീസിലോ പിന്നെ അല്ലെങ്കിൽ ചില ബാങ്കുകളിലോ ഒക്കെ ചെല്ലുമ്പോൾ ആ ഉയർന്ന സ്ഥാനത്തിരിക്കുന്നവർ അനീതിയായോ അല്ലെങ്കിൽ തെറ്റായിട്ടോ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞാൽ വഴക്ക് കൂടിക്കളയുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അവരുടെ ആ സ്ഥാനത്തെ കുറിച്ച് ബോധേഡാവാതെ സംസാരിക്കുന്ന ഒരു സ്വഭാവം. അപ്പോൾ അമ്മയ്ക്കൊക്കെ അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു എൻ്റെ ചെറുപ്പത്തിലെ കാര്യമാണ്. ഇപ്പം നമ്മൾ ജീവിതം കൊണ്ട് പഠിച്ചു. ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി എന്ന് പറയുമ്പോൾ അതൊരു ഇന്നസെൻസ് ആണ്, ഒരു ബുദ്ധിയുണ്ട്, എന്നാൽ വളരെ ഇന്നസെൻസ് ആണ്. പിന്നെ അങ്ങനത്തെ ഒരു സ്വഭാവം വന്നു പോകും. അപ്പോൾ നമുക്കൊരു ധൈര്യവും അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്താഗതിയാണ്. ഒരു എന്താ പറയുന്ന രക്തം ചോരത്തളപ്പം എന്നൊക്കെ പറയുന്ന പോലെ ആയിരിക്കാം. എനിവേ, അപ്പോൾ ആശ്രമത്തിലൊക്കെ ഞാൻ ആദ്യമായിട്ട് വരുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു. കാര്യം ഞാനിവിടെ വഴക്കുണ്ടാക്കുമോ അല്ലെങ്കിൽ എന്താണ് എൻ്റെ അവസ്ഥ എന്നുള്ള ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആശ്രമത്തിലേക്ക് വരുമ്പോൾ ഞാൻ കുറേ പുസ്തകങ്ങളൊക്കെ വായിച്ച് ആധ്യാത്മിക വിഷയങ്ങൾ ഇൻട്രസ്റ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു സ്ഥലത്ത് വായിച്ചു ഇങ്ങനെ ചിത്തശുദ്ധി ഉണ്ടാകണമെങ്കിൽ നിഷ്കാമ കർമ്മം ചെയ്യണം. അപ്പം നമ്മുടെ മനസ്സിൽ അതങ്ങ് സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ ചില കാര്യങ്ങൾ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡെഡ് സീരിയസ് ആണ്. അപ്പോൾ ആശ്രമത്തിൽ വന്ന് ഈ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ അവിടെ ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഞാൻ ഒരു ദിവസം ഇങ്ങനെ അടുക്കളയിൽ നിന്ന് ആ അടുക്കളയുടെ വാതിലിൻ്റെ അവിടെ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങനെ കുടിക്കാൻ പോയപ്പോൾ 4 വശത്തുനിന്നും കുടിക്കരുത് എന്ന് പറഞ്ഞ് അവിടെ ഒരു ബഹളം വരികയും ഞാൻ ചാടി പുറത്തോട്ടിറങ്ങുകയും അവസാനം അതൊരു വലിയൊരു ചർച്ച. അതായത് ആ വെള്ളം അതായത് അടുക്കള പൂജാമുറി പോലെ സൂക്ഷിക്കണം എന്നുള്ളതാണ്. അതിനകത്ത് വെച്ച് നമ്മളൊന്നും ഭക്ഷണം കഴിക്കാറില്ല. ആശ്രമത്തിൻ്റെ വലിയ അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അപ്പം അവിടെ നമ്മുടെ അടുക്കളയുടെ ഹെഡൊക്കെ വന്ന് ഭയങ്കര ചർച്ച, സീരിയസ് ആയിട്ട് അവർക്ക് വഴക്കം പറയുന്നു. സാധാരണഗതിയിൽ എന്നെ പോലൊരാള് അപ്പം തന്നെ അത് കളഞ്ഞിട്ട് പോകും. പക്ഷേ ഞാൻ ചിന്തിച്ചത് പെട്ടെന്ന്, കാര്യം നമ്മൾ ഇത് എന്തും സഹിച്ച് ത്യാഗപ്പെടാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ്. അപ്പോൾ വളരെ ഇന്നസെൻസോടെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, എത്ര മനോഹരമായ ആചാരങ്ങൾ, ഇതൊക്കെ എനിക്ക് പഠിക്കണം, ഇതെല്ലാം എനിക്ക് സ്വാംശീകരിക്കണം. ഇത്രയും മനോഹരമായ ചില സൂക്ഷിപ്പുകളും ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇത്രയും സൂക്ഷിപ്പോ. അപ്പോൾ അവർ പറയുന്ന വഴക്കൊന്നും എനിക്ക് കേൾക്കുന്നില്ല. സാധാരണ രീതി അവരെന്തൊക്കെയോ വഴക്കൊക്കെ പറയുന്നു, പെറുപിറുക്കുന്നു, ദേഷ്യപ്പെടുന്നതൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും എൻ്റെ ഒരു പ്രകൃതം കണ്ടിട്ട് അവർക്കൊരു സ്നേഹവും ഉണ്ട്. അപ്പോൾ അതൊരവസരം. അതിനുശേഷം ഞാൻ വിളമ്പാനായിട്ടൊക്കെ ചെല്ലുമ്പോൾ ആദ്യമായിട്ട് കഞ്ഞിയൊക്കെ ഇങ്ങനെ വിളമ്പുമ്പോൾ ഞാൻ ആ വിളമ്പുന്ന സ്ഥലത്ത് ആൾക്കാരുടെ പാത്രങ്ങളിൽ തട്ടി, നമ്മുടെ ആ തവി തട്ടിയതുപോലെ, അപ്പോൾ നമുക്കത് അറിഞ്ഞുകൂടാ, പാത്രത്തിൽ തട്ടിക്കൂടാ. അപ്പം ഞാനിങ്ങനെ വന്ന് വിളമ്പിയിട്ട് അവിടെ അങ്ങ് ചെന്നപ്പോൾ ഉണ്ട് അവിടെ വലിയൊരു ചർച്ച. അവിടെ എല്ലാവരും കൂടെ ആലോചിക്കുന്നു, ഇത് ആരിത് വന്ന് വിളമ്പുന്നു, ഇവനെയൊക്കെ ഇതിനകത്ത് കയറ്റി എന്നൊക്കെയുള്ള ഒരു രീതിയിലുള്ള ചർച്ച. അപ്പോഴും ഞാൻ വിചാരിക്കുന്നു, അവിടെ നമുക്ക് ദേഷ്യമല്ല, കാര്യം നമ്മൾ എന്ത് ത്യാഗപ്പെട്ട് നിൽക്കാൻ വേണ്ടി വന്നപ്പോൾ നമ്മുടെ മനസ്സിൽ വീണ്ടും എത്ര സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ പുതിയൊരു കാര്യം പഠിച്ചു. അപ്പോൾ നമ്മൾ പിന്നെ ഇതേ ചേട്ടന്മാരുമായിട്ടൊക്കെ ഭയങ്കര സ്നേഹമാണ്. അതായത് അടുത്ത ദിവസം നമ്മളെ തന്നെ അവർ വിളിച്ചേൽപ്പിക്കുകയാണ് വിളമ്പാൻ. കാര്യം അവർ പറഞ്ഞ കാര്യം നമ്മൾ അനുസരിക്കാൻ തയ്യാറായതോടുകൂടി അവിടുത്തെ പ്രശ്നം തീർന്നു, വഴക്കില്ല, അവർക്ക് ഭയങ്കര സ്നേഹമായി. അപ്പം പിന്നെ നമ്മൾ കിണറിൽ വെള്ളം കോരുമ്പോൾ സൗണ്ട് കേട്ടുകൂടാ, അവിടെ കിടന്ന് തൊട്ടിയൊക്കെ അവിടെ ഇവിടെ. അപ്പം നമ്മൾ ഓരോന്നും വഴക്കായിട്ട് അവർ ശാസിക്കുമ്പോഴും നമ്മൾ സ്നേഹമായിട്ട് അത് മനസ്സിലാക്കുകയാണ്. അപ്പം ഇതെങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി നിന്നപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ പോലും എൻ്റെ മനസ്സിൽ ഇതൊന്നും പ്രശ്നങ്ങളായിട്ട് തോന്നുന്നില്ല, എനിക്കിതൊന്നും ഏൽക്കുന്നില്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്നാൽ അതേ സമയത്ത് ആശ്രമത്തിലെ മുതിർന്ന ചില സന്യാസിമാരെടുത്തും മറ്റിടത്തൊക്കെ ചെന്ന് ഞാൻ വലിയ ആധികാരികമായി തർക്കിക്കുന്ന സ്വഭാവമുണ്ട്. അപ്പം എന്ന് വെച്ചാൽ നമ്മൾ ഈ വർക്ക് ചെയ്യുന്ന ചേട്ടന്മാരുടെ അടുത്തൊക്കെ വളരെ ബഹുമാനത്തോടെ നിന്ന്, കാര്യം അവരുടെ ആ വർക്കിനെ നമ്മൾ അവരോടൊപ്പം നിന്ന് പഠിക്കുക എന്നുള്ള ഒരു ഫീലിംഗ് ആണ്. നമ്മളെ സംബന്ധിച്ച് ആ തൊഴിൽ ചെയ്യുന്ന ആളിന് അദ്ദേഹം അതിൻ്റെ ഒരു ഗുരുവാണല്ലോ. അപ്പോൾ ആ അറിവ് ഇങ്ങനെ കാണിച്ചു തരുമ്പോൾ നമ്മൾ അറിയാതെ ബഹുമാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡയറി ഫാമിൽ പോയി നിൽക്കുമ്പോഴും അവിടെയൊക്കെ പല രീതിയിൽ തൊഴിലുകളും ചിലപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് മാറ്, അത് വെച്ചത് ശരിയായില്ല, ഇവിടെ ഇതായി എന്നൊക്കെ പറഞ്ഞ് പലത് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ചെന്നു എല്ലാം ചെയ്തൊന്ന് ക്ഷീണിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ അടുത്ത ജോലി എന്ന് പറയുമ്പോൾ, അപ്പോൾ എന്നെ സംബന്ധിച്ച് നമ്മൾ സർവ്വത്യാഗത്തിനും വേണ്ടി ഇരിക്കുന്നതുകൊണ്ട് അടുത്ത ജോലി വരുമ്പോൾ നമ്മൾ ഒരിക്കലും ത്യാഗം, ഇനി ത്യാഗം ചെയ്തിട്ട് തന്നെ കാര്യം, ഉടനെ നമ്മൾ ത്യാഗം.
അതിനുശേഷം നമ്മളെ പരിഹസിക്കുമ്പോൾ അല്ലെങ്കിൽ അപമാനിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുകയാണ്, ഹോ, ഈ അപമാനവും ത്യാഗവും എല്ലാം കൂടെ ഏറ്റെടുത്തുകൊണ്ട് ഞാനൊരു മഹാത്മാവായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം എന്തൊക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചോ ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ നെഗറ്റീവ് എല്ലാം നമുക്ക് അലങ്കാരം, നമുക്ക് ഭക്തിയും സ്നേഹവും വിനയവും ഒക്കെ. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം, ആശ്രമത്തിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മുടെ പരിവർത്തനത്തിനാണ് നമ്മൾ വന്ന് നിൽക്കുന്നതെന്ന് ബോധ്യമുണ്ടെങ്കിൽ നമുക്കിതൊന്നും ബാധിക്കില്ല എന്നുള്ളത് എൻ്റെ അനുഭവത്തിൽ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇത് ചുമ്മാ പറയുന്നതല്ല. ഈ പറഞ്ഞ ഞാൻ ഈ നിന്ന സ്ഥലത്തുള്ള എല്ലാവർക്കും എന്നോടൊരു പ്രത്യേക സ്നേഹമായിരുന്നു. കാര്യം എല്ലാവരും പേഴ്സണലി എന്നെ അവരുടെ കൂടെ കൊണ്ട് നിർത്തുകയും അവരുടെ കാര്യങ്ങളും കുടുംബകാര്യങ്ങളും വിഷയങ്ങളും എല്ലാം പേഴ്സണലായിട്ട് സംസാരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ഞാൻ നിന്ന സ്ഥലത്ത്. അപ്പൊ ഇതെന്റെ ഒരു അനുഭവമാണ്. കാര്യം അവർ പറഞ്ഞത് പഠിക്കാൻ തയ്യാറായപ്പോൾ അവരുടെ കുറ്റപ്പെടുത്തലുകളും അവരുടെ സ്വഭാവം വെച്ച് അവരുടെ ദേഷ്യം കൊണ്ടൊക്കെ പറഞ്ഞു പോകുന്നതാണ്. അതൊക്കെ നമ്മൾ കണ്ടില്ല എന്ന് നടിച്ചപ്പോഴും ഈ ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ ഈ വേദാന്തമൊക്കെ വായിച്ചപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ നമുക്കൊരു ഭക്തിയില്ല. അപ്പോൾ ഭക്തിയില്ല. എത്രയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലും ഭക്തി ഭാവന വരുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ മുട്ടയൊക്കെ അടിച്ച് വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഭസ്മമൊക്കെ ഇങ്ങനെ പൂശി നമ്മൾ ശങ്കരാചാര്യ സ്വാമികളുടെയൊക്കെ മനസ്സിൽ ധ്യാനിച്ച് ഒരു ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭക്തി ഉണ്ടാക്കാൻ നോക്കുകയാണ്. അവിടെ നിന്ന് ഭയങ്കര പ്രാർത്ഥന. അപ്പോൾ ആരാധനാലയത്തിലൊക്കെ നിന്ന് ഭയങ്കര പ്രാർത്ഥന ചെയ്യുമ്പോൾ കുറേ നേരം ആയപ്പോഴത്തേക്ക് 2 സീനിയർ സന്യാസിമാർ വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, നീ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ പോയി കർമ്മം ചെയ്യും, ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് അവർ വഴക്ക് പറഞ്ഞു. അപ്പോൾ നമുക്കൊരു വിഷമം. അപ്പോൾ നമ്മൾ ഈ സന്യാസിമാരും മറ്റ് ഉയർന്ന സ്ഥാനത്തെക്കുറിച്ച് മാനിക്കണമെന്നുള്ളൊരു ചിന്ത നമുക്കില്ല. നമുക്ക് ഈ എല്ലാ മനുഷ്യരോടും ബഹുമാനമാണ്, സ്ഥാനത്തെ മാനിക്കുന്ന ഒരു സ്വഭാവമില്ല. അന്ന് ആ ഒരു അറിവില്ല. അവരുടെ അടുത്തൊക്കെ തർക്കിച്ചിട്ട് നേരെ ശിഷ്യഭൂതരുടെ അടുത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ ശിഷ്യഭൂതരുടെ അടുത്ത് എന്ന് ചോദിച്ചാൽ തന്നെ ഒരിക്കലും ചോദിക്കാൻ പാടില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ്, എനിക്ക് അറിഞ്ഞൂടാത്തതുകൊണ്ടാണ് ഞാൻ ചെന്ന് നേരെ ഗുരുവേ, ഈ ശൂദ്രന്മാർക്കൊക്കെ എന്തിനാ സന്യാസം കൊടുത്തത് ഗുരു? കാര്യം ഞാൻ ഭക്തി ഉണ്ടാവാൻ വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. അവരെൻ്റെ അടുത്ത് പറഞ്ഞു പോയി കർമ്മം ചെയ്യും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഗുരു ശിഷ്യഭൂത വളരെ സ്നേഹത്തോടെ എന്നോട് വലിയ ബഹുമാനം പോലെ എനിക്ക് അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് വളരെ ഇതായിട്ട്. അപ്പം പെട്ടെന്ന് ഗുരു എന്നോട് ബഹുമാനം കൊണ്ട്, അതായത് എന്നോട് ബഹുമാനിക്കാൻ പറഞ്ഞു തരികയല്ല, എന്നെ ബഹുമാനം പഠിപ്പിച്ചു. അതായത് എന്നോടൊരു ബഹുമാനം കൊണ്ടിങ്ങനെ ഗുരു വളരെ വിനയത്തോടെ സംസാരിച്ചപ്പോൾ, വളരെ സ്നേഹത്തോടെ സംസാരിച്ചപ്പോൾ, ഞാൻ ഇത്രയും ധിക്കാരമായ ഒരു ഭാഷ പറഞ്ഞിട്ട് പോലും ഇത്ര വിനയത്തോടെ സംസാരിച്ചപ്പോൾ എന്നെ അത് പഠിപ്പിച്ചു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എല്ലാവരെയും ബഹുമാനിക്കണം എന്നുള്ള ഒരു അറിവ് എൻ്റെ ഉള്ളിലങ്ങ് വന്നു. അപ്പോഴാണ് എനിക്ക് വന്നത്. അതുവരെ എനിക്ക് ആ ഒരു ബഹുമാനിക്കണമെന്ന്, ഈ സ്ഥാനം നോക്കി ബഹുമാനിക്കണം എന്നുള്ളൊരു ചിന്തയില്ല. നമ്മൾ എല്ലാവരോടും ഒരുപോലെ. അപ്പം അന്ന് ഞാൻ അത് പഠിച്ചു. പിന്നെ അതിനുശേഷം ഞാൻ ഈ പറഞ്ഞ ആ ഒരു തർക്ക സ്വഭാവത്തിൽ പോയിട്ടില്ല. എന്തായാലും അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു രീതിയിലാണ് ഞാൻ ജീവിച്ചു വന്നത്. അതിനുശേഷം നമ്മുടെ എൻ്റെ സഹോദരിയുടെ ഭർത്താവ്, അവരുടെ വിവാഹത്തിന് ശേഷം ഞാൻ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിനോടൊപ്പം ജീവിക്കുമ്പോൾ അദ്ദേഹം എൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സ്വഭാവമാണ്. അപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹം എൻ്റെ എല്ലാ പ്രവൃത്തിയിലും കുറ്റം. ഇപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ പണ്ട് മുതലേ എല്ലാം ഞാൻ പറയുന്നത് കേൾക്കുന്ന ഒരു സ്വഭാവമാണ്. എല്ലാവരും, അച്ഛൻ ഉൾപ്പെടെ എല്ലാം എന്നോട് അഭിപ്രായം ചോദിച്ചിട്ടൊക്കെ എനിക്കൊരു വലിയ മാന്യത വീട്ടിലുണ്ടായിരുന്നു. അപ്പം നേരെ തിരിച്ച് എനിക്കൊരു മാന്യതയില്ല. പക്ഷെ എന്നിട്ടും ഈ ഗുരു നടത്തിയ ഈ വിവാഹത്തിനെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ, ഇപ്പോൾ ഇവരെ സംബന്ധിച്ച്, നമ്മുടെ വീട്ടിലുള്ളവരെ സംബന്ധിച്ച് ആ ഒരു ചില സമയത്ത് അവർക്ക് വിഷമങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും വഴക്കുകളും പോലെയൊക്കെ ഉണ്ടാകുമ്പോഴും ഇതെല്ലാം ഞാൻ സോൾവ് ആക്കി, ഞാൻ ക്ഷമിച്ച് സഹിച്ച് ഞാൻ എൻ്റേതായ ഒരു രീതിയിൽ ഒരു പുതിയ അറ്റ്മോസ്ഫിയർ ഉണ്ടാവുകയും അതെല്ലാം സഹിച്ച് ജീവിക്കാൻ പഠിക്കുകയും, എന്നാൽ എൻ്റെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടുമ്പോൾ അത് അദ്ദേഹത്തെ തിരിച്ച് പഠിപ്പിക്കാനും, എന്നാൽ മറ്റു കാര്യങ്ങളെല്ലാം സഹിക്കാനും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. എന്നിട്ട് അദ്ദേഹത്തിനൊരു സുഖമില്ലാതെ വരുന്ന സമയത്ത് എന്നെ ഇത്രയും വിമർശിച്ച്, എന്നെ ഇത്രയും പരിഹസിച്ച്, എന്നെ കുറ്റപ്പെടുത്തുന്ന വ്യക്തിയാണെങ്കിൽ പോലും എൻ്റെ സ്വന്തം കുട്ടിക്ക് അസുഖം വന്നതുപോലെ ഞാൻ തന്നെ അദ്ദേഹത്തെ കൊണ്ടുപോവുകയും ശുശ്രൂഷിക്കുകയും 7 മാസത്തോളം ഞാനിങ്ങനെ നിരന്തരം അദ്ദേഹത്തെ കൊണ്ടുപോയി ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്തപ്പോഴാണ് അദ്ദേഹം, ഞാൻ പറയുന്ന ഒരു വാചകം പോലും കേൾക്കില്ല, ഞാൻ പറയുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എല്ലാത്തിലും സംസാരിക്കുന്നത്. പക്ഷേ അവസാനമായപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ മാത്രമേ ഉള്ളൂ പുള്ളിക്ക്
പിന്നെ പുള്ളിയെ സംരക്ഷിക്കാനും സ്നേഹിക്കാനും ഉള്ളൂ എന്ന് മനസ്സിലായി. ആ എൻ്റെ സ്നേഹം കൊണ്ട് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എന്നോടുള്ള പെരുമാറ്റം ലാസ്റ്റ് സമയമായപ്പോൾ മാത്രം മാറി. വളരെ എന്നോട് സ്നേഹവും ബഹുമാനവും അദ്ദേഹം കാണിച്ചിരുന്നു. ഞാൻ എന്ത് പറഞ്ഞാലും പിന്നെ ഒന്നും തർക്കിക്കാത്തൊരു സാഹചര്യം അവസാനം ഉണ്ടായി. അപ്പോൾ ഇതെല്ലാം നമ്മൾ സഹിച്ച ജീവിതം കൊണ്ട് തന്നെയാണ് പഠിച്ചത്. അതിനുശേഷം നമ്മളിപ്പോൾ ആ കുടുംബമായിട്ട് ജീവിക്കുന്നു. ഇപ്പം ഈ കുടുംബത്തിനെ സംബന്ധിച്ചാണെങ്കിൽ ആശ്രമത്തിൻ്റെ ഒരു രീതി പറഞ്ഞ അമ്മ 7 കന്യകമാരിലൊരാൾ, ആശ 27 നക്ഷത്രത്തിലൊരാൾ, ശ്രീജയ 72 പേരുടെ പുഷ്പാഞ്ജലിയിലൊരാൾ. ഇപ്പം അമ്മയെക്കുറിച്ച് ആണെങ്കിൽ ഗുരു ഒരുപാട് പഴയ തലമുറയോട് പുകഴ്ത്തി പറഞ്ഞ വ്യക്തി. അവളുടെ ഒരു ആത്മാർത്ഥത, അവൾ ഒരു കാര്യം പറഞ്ഞാൽ അതുപോലെ ചെയ്യും, ഏകാഗ്രത, ഭക്തി, സ്നേഹം എന്നൊക്കെ പറഞ്ഞ് ഗുരു ഒരുപാട് പുകഴ്ത്തി വെച്ചേക്കുന്നു. ആശയെക്കുറിച്ചാണെങ്കിൽ പുതിയ തലമുറയോട് തൊട്ടു മുമ്പുള്ള തലമുറയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഗുരു പുകഴ്ത്തി വലുതാക്കിയാണ്. പിന്നെ നമ്മുടെ സഹോദരി എന്ന് പറഞ്ഞാൽ ഈ സ്വയംഭുവ മനു എന്നൊക്കെ പറയുന്ന കണക്ക് സ്വയം തന്നെ താനൊരു വ്യക്തിത്വമാണെന്ന് വിശ്വസിക്കുന്ന ആള്. അപ്പോൾ ഈ 3 അമ്മായിയമ്മയും മരുമകളെയും നാത്തൂനെയും കൂടെ ജീവിക്കുന്നത് ഒരു അനുഭവ പാഠം തന്നെ അല്ലേ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും. അപ്പൊ അതിനോടൊപ്പം അവരെ ഹാൻഡിൽ ചെയ്തുകൊണ്ട് ജീവിക്കും. നമ്മളൊന്നും അല്ലാത്ത നമുക്ക് ഈ പറയുന്ന നക്ഷത്ര പദവികളും ഒന്നുമില്ല. നമ്മൾ ഒരു സാധാരണക്കാരൻ ഇതിനോടൊപ്പം ജീവിക്കുന്നു. അതിനുശേഷം കുട്ടികള്. അപ്പൊ ഇന്നത്തെ ഈ പുതിയ തലമുറയിലെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഈ കുട്ടികളെ ഒരു കുട്ടിക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത, ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത ഈ യങ്സ്റ്റേഴ്സിനെ അവരോടൊപ്പം അവരിൽ ഒരാളായി ജീവിക്കുന്നു. അപ്പൊ അതൊരു അനുഭവ പാഠം. പിന്നെ നമ്മുടെ ഈ സുഹൃത്തുക്കളും നമ്മുടെ കുറെ റിലേറ്റീവ് ആയിട്ടുള്ള ബന്ധുക്കളും അവരോടെല്ലാം ഇടപഴകുന്നു. പിന്നെ ആധ്യാത്മികമായി ലോകത്തിന്റെ നാനാഭാഗത്ത് വളരെയധികം ഹൈലി ഇന്റലിജന്റ് ആയിട്ടുള്ള ആധ്യാത്മികമായ തത്വചിന്തകന്മാരോട് നിരന്തരം തത്വചിന്താ വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെട്ട് അവരോട് പല കാര്യങ്ങളെയും തർക്കിച്ച് സ്ഥാപിക്കുകയും മറ്റുമൊക്കെ ചെയ്തുകൊണ്ട് അത്തരത്തിലൊരു വ്യത്യസ്തമായ ഒരു അനുഭവം അങ്ങനെ നിരന്തരം മനുഷ്യരുമായിട്ട് ഇടപെട്ട് മനസ്സിലാക്കിയിട്ട്, അതായത് ഇപ്പം ഈ രീതിയിൽ ജീവിച്ചിട്ട് പിന്നെ കഴിഞ്ഞ ഒരു 2 വർഷത്തോളമായി ഒരു വീട് വെച്ചു. അപ്പോൾ വീട് വെച്ചപ്പോൾ ഒരുപാട് തൊഴിലാളി സുഹൃത്തുക്കളോടൊപ്പം ഇടപെട്ട് പെരുമാറി. അപ്പോൾ ഈ പെരുമാറ്റത്തിൽ എന്നെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് എന്നെ വളരെയധികം ബഹുമാനം, എനിക്ക് അവരെയും ബഹുമാനം. അഫ്കോഴ്സ് അവരുടേതായിട്ടുള്ള ചില സ്വഭാവങ്ങൾ വരുമ്പോൾ ഞാനൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുക, എല്ലാവരെയും ഒരുമിച്ച് കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുക, അവരെ തിരുത്തുക, അങ്ങനെയൊക്കെ ഉള്ളതുണ്ടെങ്കിലും, അങ്ങനെ വ്യത്യസ്തമായ രീതി ഉണ്ടെങ്കിലും അവർക്കെല്ലാം കൊടുത്തുകൊണ്ടും അവരെ സ്നേഹിപ്പിച്ചും അങ്ങോട്ടും സ്നേഹിച്ചും ഒക്കെ നമ്മൾ വളരെ വലിയ ഒരു അനുഭവം ഉണ്ടായിട്ട്, എന്നിട്ട് ഈ എൻ്റെ കൂടെ തൊഴിൽ ചെയ്ത വ്യക്തി എൻ്റെ ദൂരെ പരിചയത്തിലുള്ള ഒരു സുഹൃത്ത് നിരന്തരം വന്ന് കണ്ടപ്പോൾ അദ്ദേഹം ഇവിടുത്തെ അവരുടെ ഈ ഹാർമോണിയസ് ആയിട്ടുള്ള ഈ വർക്കെല്ലാം കണ്ട് അദ്ദേഹം അവരെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവുകയും, ഈ വ്യക്തി വിചാരിച്ചു സാറിനെ പോലെ തന്നെ, ശ്രീ സാറിനെ പോലെ തന്നെയാണെന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ പോയി. അദ്ദേഹം വിചാരിച്ചു ഇവിടുത്തെ തൊഴിൽ ഇഷ്ടപ്പെട്ട് അവിടെ ചെന്ന് കഴിച്ച് നോക്കിയപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ചേരാൻ പറ്റുന്നില്ല. അവർക്ക് ഒരു രീതിയിൽ അവർ തമ്മിൽ യോജിക്കുന്നില്ല. അവർ ഈ ഹാർമണി, ഇവിടെ നടന്ന ഹാർമണി എന്താണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇവിടുത്തെ ഈ ഹാർമണി, അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ ഈ 7 പേരുമായിട്ട് അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് ഇടപഴകുമ്പോൾ ഇവർക്ക് ആർക്കും എന്നോടൊരു പ്രശ്നമില്ല. ഇപ്പോൾ ഇവിടെ ഉള്ളവർക്കാവില്ല, എന്നോട് നേരിട്ട് ആർക്കും ഒരു പ്രശ്നവുമില്ല. കാര്യം നമ്മൾ ഇടപഴകുന്ന അങ്ങനെയാണ്. അതേസമയം അവർക്കെല്ലാം പരസ്പരം പ്രശ്നങ്ങളുണ്ട് ഒരുപാട്. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പറയുന്ന ഈ ആധ്യാത്മിക ശാസ്ത്രങ്ങളും ഈ ധർമ്മങ്ങളും ഈ രീതികളും ഞാൻ അനുഭവിച്ച് അത് മനസ്സിലാക്കിയിട്ട് അതൊരു ആധ്യാത്മികതയുടെ വിജയമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. എൻ്റെ വ്യക്തിയുടെ ഒരു വിജയമായിട്ടല്ല. ആധ്യാത്മിക തത്വങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന ശാസ്ത്രങ്ങളും ഗുരുക്കന്മാർ പഠിപ്പിച്ച ആ സ്നേഹവും വിനയവും റെസ്പെക്റ്റുമായിട്ടുള്ള ആ പെരുമാറ്റവും നിസ്വാർത്ഥമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ സഹകരിച്ച് പോകാനുള്ള ഒരു അറിവുണ്ടെങ്കിൽ നമുക്കൊരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം. നമ്മൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് നമ്മളെ ചൊറിയാൻ വേണ്ടി പ്രവർത്തിച്ചാൽ അത് തിരിച്ചറിയാൻ പറ്റില്ല. അതല്ലാതെ നിത്യജീവിതത്തിൽ നേരിട്ട് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് നമുക്കിതാണ് അനുഭവം. പിന്നെ നമ്മളും വഴക്ക് കൂടുന്നില്ലേ അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചാൽ പല പ്രാവശ്യം നമ്മളില്ല ഭൂമിയോളം താഴുന്ന ഒരു സ്വഭാവമാണ് നമുക്കുള്ളത്. അപ്പം അതിൻ്റെ അങ്ങേ അറ്റം കഴിയുമ്പോൾ നമ്മൾ അത്രമാത്രം ദേഷ്യപ്പെട്ട് പെരുമാറാറുണ്ട്, അല്ലെങ്കിൽ അതിന് പ്രതികരിക്കാറുണ്ട്, നടപടി എടുക്കേണ്ടതിന് നടപടി എടുക്കാറുമുണ്ട്. അത് വേറെ വശം. പക്ഷെ അല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഇപ്പം ഞാൻ ഈ രീതിയിൽ ഞാൻ ഈ പറയുന്ന ആ സ്നേഹത്തിൻ്റെ ഒരു വൈബ്രേഷനിലേക്ക് അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടിലേക്ക്, അതിൻ്റെ ഒരു ഉയർച്ചയിലേക്ക് വരികയാണെങ്കിൽ
നമുക്ക് എന്താണ് നമ്മുടെ റിലേഷൻഷിപ്പുകളും നമ്മുടെ ചുറ്റുപാടുകളിലും അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും. അതിലൊരു തർക്കമില്ല. അത് എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പിന്നെ അടുത്ത ചോദ്യം എന്തായിരുന്നു ആശ? അപ്പൊ അടുത്ത ചോദ്യം, അപ്പം എല്ലാവരും നല്ലതാണ്, എല്ലാം പെർഫെക്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് കണ്ണടച്ചിരുട്ടാക്കുന്നത് പോലെ എല്ലാം പറഞ്ഞ് അടയ്ക്കാൻ ശ്രമിക്കുന്നത് ശരിയാണോ? വല്ല ഉളുപ്പുണ്ടോ ഇങ്ങനെ പറയാൻ? അപ്പോൾ ഗുരുവിന്റെ പേരും പറഞ്ഞ് തത്വചിന്തകൾ അടിക്കാതെ പ്രായോഗികമായ വല്ല നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ പറയാം. ഗുരുതരമായ ഗൗരവമായ കാര്യമാണ്. അതായത് നമ്മൾ ഈ കണ്ണടച്ചിരുട്ടാക്കി എല്ലാം ശരിയാവും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ എല്ലാം ശരിയാണ്, എല്ലാം നന്മയാണെന്നുള്ളൊരു കാഴ്ചപ്പാടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഞാനിപ്പോൾ ഒരു അമ്മയുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം, പുള്ളിക്കാരി എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ നിരന്തരം അവരുടെ ഈ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ പങ്കുവയ്ക്കാറുണ്ട്. അപ്പോൾ അവർക്ക് ഭർത്താവിൽ നിന്നുള്ള പ്രശ്നം, മരുമകൾ അല്ലെങ്കിൽ മരുമകൻ, നാട്ടുകാർ, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ നിരന്തരം പറയാറുണ്ട്. അപ്പം ഞാൻ അതിനെല്ലാം അത് സാരമില്ല, പോട്ടെ, അതങ്ങ് ക്ഷമിക്കൂ, സഹിക്കൂ, നമ്മൾ എന്താണ് നമ്മളൊരു മാലാഖയെ പോലെ പെരുമാറാനും പിന്നെ സ്നേഹവും കരുണയും എല്ലാം കളയുന്ന കാര്യങ്ങൾ നമ്മൾ പറയും. അപ്പം നമ്മളിങ്ങനെ പറയുമ്പോൾ അത് കുറച്ച് ദിവസം നിൽക്കുമെങ്കിലും പിന്നെയും അതങ്ങ് പോകും. അവർക്ക് മനസ്സിൽ ഡിസ്റ്റർബൻസ് ആവും. അപ്പം നമ്മളെ വിളിക്കും, സംസാരിക്കും. അപ്പോൾ ഒരു ദിവസം ഈ മരുമകൾ ചെയ്ത ഒരു സിവിയർ ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ ഒരു ഭയങ്കര തെറ്റ് ചെയ്തപ്പം എനിക്ക് അത് നേരിട്ട് സംസാരിക്കായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട് ഞാൻ പറഞ്ഞു, ഈ പെണ്ണ് എന്താ ഈ കാണിക്കുന്നത്, ഇവക്ക് എന്താ കുഴപ്പം, ഇവളെന്തിനാ ഇങ്ങനെ ഒരു സംഭവം ചെയ്തത്, ഇവക്ക് ഇത് ആരും പറഞ്ഞതെന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് കുറ്റം പറഞ്ഞതും ഇത്രയും സിവിയർ ആയിട്ടുള്ള ടെൻഷനിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അമ്മയുടെ മുഖങ്ങളൊക്കെ അങ്ങ് വിടർന്നിട്ട് അമ്മ പറഞ്ഞു, ഇതല്ലേ ഞാൻ എത്ര നാളുകൊണ്ട് പറയുന്നത്, നിനക്ക് മനസ്സിലാവുന്നില്ല, നീ വാ, ഇനി എനിക്ക് കുറെ കാര്യങ്ങൾ, അതായത് ഇപ്പോഴാണ് നീ എൻ്റെ ട്രാക്കിൽ വന്നത്. അപ്പോഴത്തേക്കാണ് ഞാൻ ഈ അമ്മയെ നോക്കിയത്. അതായത് ഞാൻ ഇത്രയും നാൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇപ്പോഴാണ് എൻ്റെ ട്രാക്കിൽ വന്നത്, എനിക്കിപ്പോഴാണ് കാര്യം മനസ്സിലായത്. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. എൻ്റെ അടുത്ത് പലരും വന്ന് പറയുന്നത്, ശ്രീത്തെ നിനക്കിതൊന്നും അറിഞ്ഞൂടാ, നീ ഇത് മനസ്സിലാക്കിയിട്ടില്ല. അപ്പം ഇപ്പോഴാണ് എനിക്ക് എൻ്റെ ഒരു കാര്യം മനസ്സിലായത്. അതായത് എനിക്കിത് അറിയാത്തതല്ല, നിങ്ങൾക്ക് ഞാൻ പറയുന്ന അറിയുന്നില്ല എന്നുള്ളതാണ് എൻ്റെ കാര്യം. അപ്പം ഞാനൊരു ഉയർന്ന ഒരു കണ്ണിൽ നിന്ന്, ഒരു കാഴ്ചയിൽ നിന്ന് ഇതെല്ലാം ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുമ്പോൾ ഉള്ള ഒരു എന്താണ് അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ നിത്യജീവിതത്തിൽ നേടുന്ന റിലേഷൻഷിപ്പ് സ്റ്റാറ്റസിലുള്ള കാര്യങ്ങൾ നമ്മളൊരു ഉയർന്ന ഒരു അവയർനെസ്സിൽ നിന്നുകൊണ്ട് നോക്കിയാൽ, ഒരു സ്നേഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് നോക്കിയാൽ നമുക്കിതൊന്നും ഒരു പ്രശ്നമാകുന്നില്ല, ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പം ഈ നമുക്കിത് അപ്പം അവർ പറയുന്ന താഴ്ന്ന അവസ്ഥയിൽ ഇറങ്ങി ഇതുപോലെ വഴക്ക് കൂടൂ എന്നുള്ളതാണ് അവരെൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ അതെനിക്ക് പഠിപ്പിച്ചു തരാം. ഇതല്ലേ നമ്മൾ പറയുന്നത്, ഇത് ഇവിടെ നേരത്തെ എക്സിസ്റ്റ് ചെയ്യായിരുന്നു, നീ ഇത് കണ്ണടച്ചിരുട്ടാക്കിയേ പറ്റുമോ. അപ്പം ഞാൻ പറയുന്നു, ഈ ചിത്തവൃത്തികൾ, ഈ നുണയുടെ, വയലൻസിൻ്റെ, ദേഷ്യത്തിൻ്റെ ഈ ചിത്തവൃത്തിയിലേക്ക് വന്നു നോക്കാനാണ് അവർ പറയുന്നത്. അപ്പം ഞാൻ പറയുന്നത്, ഈ ചിത്തവൃത്തിയിൽ നിന്ന് ഉയർന്നു നോക്കാനാണ് പറയുന്നത്. ഈ പ്രശ്നങ്ങളുണ്ടോ, അങ്ങനെ ആ ഉയർന്ന ഒരു ചിന്താഗതിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അന്നേരം സൊല്യൂഷൻ ഉണ്ടാക്കാം. ഇത് താഴ്ന്ന ഒരു ചിത്തവൃത്തിയിൽ ഈ നുണയും കുണ്ടണിയും ദേഷ്യവും വയലൻസും ഉള്ള ഒരു ചിന്തയിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ എല്ലാ പ്രശ്നമുള്ളത്. കൂടാതെ വളരെയധികം സ്വാർത്ഥപരമായി സെൽഫ് സെന്റേർഡ് ആയി പോകും നമ്മൾ. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പ്രശ്നങ്ങൾ. അപ്പൊ ആശ, ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ എന്ന് പറയുന്നു, എന്താണ് ഇത്ര പ്രശ്നങ്ങൾ, എന്താണ് ഈ പ്രശ്നങ്ങൾ? കുറച്ച് അസൂയ, കുറച്ച് പിന്നെ സ്ഥാനം അവർ തട്ടിയെടുക്കാൻ നോക്കും, നമ്മളെക്കാളും മുകളിൽ കയറാൻ നോക്കും, താഴെ കയറാൻ നോക്കും, അല്ലെങ്കിൽ പിന്നെ നമ്മളെ മാനിക്കൂല, ഒത്തിരി പരിഹാസം, പിന്നെ ഒത്തിരി പുച്ഛം, പിന്നെ ഒത്തിരി പാര, പിന്നെ ഒത്തിരി നുണ. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഇത് മനുഷ്യരെന്ന് പറയുന്നത് നമ്മുടെ ആ മനുഷ്യരുടെ ഇതിനെയൊന്നും ഞാൻ ന്യായീകരിക്കുന്നതല്ല, പക്ഷെ എന്നാലും ഞാൻ പറയാം, ഒത്തിരി എരിവും പുളിവും ഒക്കെ ചേർന്ന ഒരു മനുഷ്യ ജീവിതമല്ലേ നമുക്ക് വേണ്ടത്. ഇപ്പൊ ഇവരെല്ലാം ഈ പറഞ്ഞ നമ്മൾ ഈ നുണയും ഈ പിന്നെ അസൂയയും ദേഷ്യവും പാരയും ഒന്നും ഇല്ലാത്ത ഒരു ജീവിതമായിരുന്നു. എല്ലാവരും ബുദ്ധന്മാരാണ്. നമ്മുടെ ചുറ്റും എല്ലാം നല്ല ഗൗതമ ബുദ്ധനെ പോലത്തെ, മാലാഖമാരെ പോലത്തെ വ്യക്തികളാണെങ്കിൽ ഈ പറഞ്ഞ നിങ്ങളത് ഇഷ്ടപ്പെടുവോ? നമ്മൾ ഇഷ്ടപ്പെടുവോ? നമ്മൾ പറയും, അപ്പൊ പിന്നെ നമുക്ക് അസൂയയായി അവരുടെ അടുത്ത്. കാര്യം അവരെല്ലാം മാലാഖമാര്, നമുക്ക് പിന്നെ അവര് നമ്മുടെ ഒരു പ്രശ്നവും അവർക്ക് ഒരു കുഴപ്പമില്ല. അവരൊക്കെ മാലാഖമാരെ പോലെ ബുദ്ധന്മാർ. അപ്പൊ നമുക്കത് ഇഷ്ടപ്പെടുവോ? അപ്പൊ നമുക്ക് അസൂയയായി. അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്. അതാണ് എൻ്റെ കാര്യം. നമ്മൾ അൺകോൺഷ്യസ്ലി നമ്മൾ അറിയുന്നില്ലെന്നുള്ളത്. നമ്മൾ ഈ അസൂയയും ഈ ദേഷ്യവും പാരയും ഇതെല്ലാം നമ്മൾ ജീവൻ ആഗ്രഹിക്കുന്നു വളരാൻ വേണ്ടി, വളരാൻ വേണ്ടി. അപ്പൊ അതൊക്കെ സഹിച്ച് ക്ഷമിച്ച്, ഇപ്പം എന്ന് പറഞ്ഞാൽ അസൂയ എന്ന് പറഞ്ഞാൽ ഇനി ഇതെന്താ, ചില ആൾക്കാരുടെ അപ്രീസിയേഷനാണ് അസൂയ എന്ന് പറയുന്നത്. അതായത് അവർക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ അറിഞ്ഞൂടാ, അപ്പൊ അവർ അസൂയയാണ്. ചില ആൾക്കാർ നമ്മളെ പാര വെക്കും.
പാര വെക്കുന്ന അവരുടെ ഒരു സ്നേഹമാണ്. കാര്യം അവർക്ക് നേരെ സ്നേഹിക്കാൻ അറിഞ്ഞില്ല, അപ്പൊ അവർ പാര വെച്ചോണ്ടാണ് നമ്മളെ സ്നേഹിക്കുന്നത്. അങ്ങനെ ഈ ലോകത്തിലെ എല്ലാം പോസിറ്റീവായിട്ടുള്ള ഒരു വികാരമാണ്. അത് നെഗറ്റീവായിട്ട് പ്രകടമാകുന്ന ആ ആളിൻ്റെ താഴ്ന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് അവർ പെരുമാറുന്നതാണ്. അപ്പോൾ ഇതിനെ ആ പോസിറ്റീവായിട്ട് കണ്ട് നമ്മൾ റേസ് ചെയ്യാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ആക്ച്വലി ഇവരെല്ലാം ബുദ്ധന്മാരായിരുന്നാൽ നമ്മൾ ഒരു രീതിയിൽ ഉയരാൻ പോകുന്നില്ല. നമ്മളെ ഉയർത്താൻ വേണ്ടിയാണ് ഇവരെല്ലാം ഇങ്ങനെ പെരുമാറുന്നത്. എന്നിട്ട് അതിനുശേഷം ഈ പറഞ്ഞ എല്ലാ സ്വഭാവങ്ങളെയും എല്ലാ കാര്യങ്ങളെയും എല്ലാത്തിനെയും സ്നേഹിക്കുന്ന ഒരാൾ, സഹിക്കുന്ന, അഡ്ജസ്റ്റ് ചെയ്യുന്ന, ക്ഷമിക്കുന്ന ഒരാളാകുമ്പോഴാണ് നമ്മൾ ഒരു ബുദ്ധനായി മാറുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആ രീതിയിൽ പൂർണ്ണനായ അവയർനെസ്സായി ഒരു പുതിയ വ്യക്തിയായി മാറുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മളെ ഉയർത്താനാണ് ഈ ചുറ്റുവട്ടത്തുള്ള ഈ പ്രശ്നങ്ങളുള്ള. അപ്പം ഈ പ്രശ്നങ്ങളെ ഇത്രയും പെരുപ്പിച്ച് നമ്മൾ ബഹളം വെക്കരുത്. ഇപ്പോൾ ചിലരൊക്കെ എൻ്റെ അടുത്ത് പറയും, നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഇവിടെ ഞാൻ സഹിക്കുന്ന അല്ലെങ്കിൽ ക്ഷമിക്കുന്ന എൻ്റെ അവസ്ഥ എന്താണ്, നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഇവിടുത്തെ പ്രോബ്ലം എന്താണ്. അപ്പം നമുക്കറിയാം, നമ്മളത് ഒരു മനഃശാസ്ത്രം അറിയാവുന്ന ആളിനത് കേൾക്കുമ്പോൾ തന്നെ ആർക്കാണ് പ്രോബ്ലം എന്നറിയാം. അപ്പം ആ പ്രോബ്ലം, ആ ഒരു ഈഗോ സെൻട്രിക് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ നിന്ന് ആരെയും ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യാതെ ഏകപക്ഷീയമായി സ്വാർത്ഥപരമായി നമ്മുടെ സെൽഫ് ഇമ്പോർട്ടൻസ് ആയിട്ട് നമ്മൾ ജീവിക്കുന്നതുകൊണ്ടാണ് നമുക്കത് എല്ലാ പ്രശ്നങ്ങളായിട്ടും ഭയങ്കര പ്രോബ്ലങ്ങളായിട്ടും അനുഭവപ്പെടുന്നത്. ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്നും ആശ്രമത്തിലേക്കൊക്കെ പോകുമ്പോൾ എൻ്റെ ആ പഴയ ചൈൽഡ്ഹുഡിലെ മെമ്മറി വരും. കാര്യം എന്ന് വെച്ചാൽ ആശ്രമം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഡിസിപ്ലിൻ്റെ ഏരിയയാണ്. ആശ്രമത്തിലെല്ലാം ഡിസിപ്ലിൻ എന്ന് പറയുന്നതാണ് ആശ്രമം. അപ്പോൾ ഇപ്പോഴും ഞാൻ ആശ്രമത്തിൽ കയറിക്കഴിഞ്ഞാൽ ഭയങ്കര അനുസരണയും വിനയവും ഒക്കെയാണ്. അപ്പോൾ അവിടെ ചെന്ന് കർമ്മം ചെയ്യുന്ന സ്വാമി അല്ലെങ്കിൽ ഒരു വ്യക്തിയാവട്ടെ, ഒരാളുടെ അടുത്ത് ചോദിക്കുമ്പോൾ എനിക്ക് എപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ജീവിതത്തിലൊക്കെ നമ്മൾ നിത്യം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന വളരെ പ്രിസിഷനായിട്ടുള്ള ഒരുപാട് ജോലികളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും ആശ്രമത്തിൽ ചെല്ലുമ്പോൾ ഞാൻ ചോദിക്കും, ഈ ഇല ഇവിടെ ഇടാമോ ഇവിടെ ഇടാമോ, ഈ കല്ല് ഇങ്ങോട്ടിടണോ അങ്ങോട്ടിടണോ, അവിടെ ഈ തുണി നമുക്ക് തൊടാമോ മറ്റേ തുണി അവിടെ വെക്കാമോ. അപ്പം ഇതെല്ലാം നമ്മൾ ഇന്ന് ചോദിക്കും. എപ്പോഴും നമുക്ക് പലതും അറിയാമെങ്കിൽ പോലും നമ്മൾ ഓരോന്ന് വീണ്ടും വീണ്ടും ചോദിക്കും. കാര്യം ഈ കുട്ട ഇവിടെ നിന്ന് വെച്ച് അങ്ങോട്ട് വെക്കാമോ. കാര്യം നമ്മൾ ഒന്നും അറിഞ്ഞിടാത്ത ഒരാളെ പോലെ പലർക്കും തോന്നും. കാര്യം എന്ന് വെച്ചാൽ ആശ്രമം അങ്ങനെയാണ്. ആശ്രമത്തിൽ നമ്മളെ സംബന്ധിച്ച് ഡിസിപ്ലിനാണ്. ഞാൻ ഇപ്പോഴും ഭയങ്കര സംശയിച്ച് നിൽക്കുന്ന കാണുമ്പോൾ ആശയൊക്കെ ചോദിക്കും, ശ്രീ എന്താ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്. അതെന്താ വെച്ചാൽ എന്നെ സംബന്ധിച്ച് ആശ്രമം ഒരു ഡിസിപ്ലിൻ്റെ ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിൽക്കുമ്പോൾ ആ ഒരു രീതിയിൽ നമ്മുടെ ഒരു വ്യക്തിത്വം ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് ദേഷ്യപ്പെടാൻ കഴിയില്ല. അതേസമയം പുറമേക്കുള്ള പല സാഹചര്യങ്ങളും നമ്മളിപ്പോൾ അനീതി കാണുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ പല കാര്യങ്ങളും കാണുമ്പോൾ വളരെയധികം ദേഷ്യപ്പെടാനും അല്ലെങ്കിൽ ഈവൻ ഒരാൾക്കൊരു അടി കൊടുക്കണമെങ്കിൽ അടി കൊടുക്കണമെന്ന് പോലും ചിന്തിക്കുന്ന തരം സ്വഭാവം നമ്മളെ മനസ്സിലുണ്ട്. എന്നാൽ ഇന്നത്തെ ഈ സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്വഭാവത്തിൽ നമുക്ക് അതിനൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള ധർമ്മബോധം ഉള്ളതുകൊണ്ട് നമ്മൾ അതെല്ലാം പിടിച്ചു വെക്കുന്നു. പക്ഷേ എന്നാൽ നമ്മൾ എന്താ പറയുക, ഈ രീതിയിലാണ് നമ്മൾ ട്രെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആശ്രമത്തിൻ്റെ ആ ഒരു ഡിസിപ്ലിൻ മനസ്സിലായാൽ, ആശ്രമത്തിൽ വന്നതിൻ്റെ ഉദ്ദേശം മനസ്സിലായാൽ, നമ്മൾ എവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത്, നമ്മുടെ സ്വയം പരിവർത്തനത്തിന് വേണ്ടിയാണ് വന്നതെന്ന് നമുക്ക് മനസ്സിലായാൽ പിന്നെ നമുക്ക് സെൽഫ് ഇമ്പോർട്ടൻസ് ഇല്ല, നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും ശ്രദ്ധിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സീരിയസ് ആയിട്ട് ഈ കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗുരുവിൻ്റെ ആ വലിപ്പം അല്ലെങ്കിൽ ഗുരുവിൻ്റെ ആ കാരുണ്യം, ആ ഗുരുവിൻ്റെ ഈ ചെയ്തു വച്ചേക്കുന്ന ഈ പ്രവൃത്തിയുടെ ഒരു മഹിമ മനസ്സിലായി കഴിയുമ്പോൾ പിന്നെ നമ്മൾ മറ്റ് കാര്യങ്ങൾ, ഈ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ബാധിക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം. ഞാൻ പറഞ്ഞത്, ഞാൻ വെറുതെ പറയുന്നതല്ല. ഞാൻ ആശ്രമത്തിൽ കർമ്മം ചെയ്തും എന്താ പറയുന്നത് പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് കാലത്തേക്കാണെങ്കിൽ പോലും ആ കുറച്ച് കാലത്തേക്ക് വളരെ സക്സസ്ഫുള്ളായിട്ട് ഞാനത് ചെയ്തു, പ്രവർത്തിച്ചു. അതിൻ്റേതായ ചില അനുഭവ തലങ്ങൾ എൻ്റെ മുന്നിൽ തുറക്കപ്പെടുകയും ചെയ്തു. കാര്യം നമ്മൾ വളരെ ഇന്നസെൻസ് ആയിട്ട് ഒരു സീരിയസ് ആയിട്ട് അത് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു തെളിച്ചവും ഒരു ക്ലാരിറ്റി, നമ്മൾ ഉദ്ദേശിച്ച ഒരു തെളിച്ചവും ക്ലാരിറ്റിയൊക്കെ നമുക്കുണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ അതെൻ്റെ ഒരു അനുഭവമാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെല്ലാവരും അത് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത പോലെ തോന്നും. കാര്യം നമ്മുടെ ഈ നമ്മുടെ കോൺഷ്യസ്നെസ് വളരെയധികം റേസ് ചെയ്ത് വളരെയധികം അവയർനെസ്സോടുകൂടി നിന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കില്ല. കൂടാതെ നമ്മൾ വളരെയധികം സ്നേഹത്തോടെ പെരുമാറുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് അത് സ്നേഹത്തോടെ പെരുമാറാൻ അവർ നിർബന്ധിതരാകുമെന്നുള്ളതാണ്. നമ്മൾ ചുറ്റുവട്ടത്തുള്ളവരോട് വളരെ സ്നേഹവും കെയറും നമ്മൾ ഈ സെൽഫ് ഇമ്പോർട്ടൻസ് കാണിക്കാതെ പെരുമാറുകയാണെങ്കിൽ നമുക്ക് അത് തിരിച്ച് കിട്ടിയിരിക്കും. അതൊരു ലോയാണ്, യൂണിവേഴ്സൽ ലോയാണ്. നമ്മൾ ആ രീതിയിലാണ് പെരുമാറുന്നത്, തിരിച്ചത് കിട്ടിയിരിക്കും. വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് കേട്ടോ അടുത്തത്. അതായത് അധികാരവർഗത്തെ ന്യായീകരിച്ചുകൊണ്ട് ആശ്രമം തകർക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്, നിങ്ങളുടെ ഈ പ്രവർത്തനം നിർത്തണം. ഇപ്പോൾ അധികാര രംഗത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അധികാരമില്ലാതെ പ്രവർത്തിച്ച് ത്യാഗം കൊണ്ട് പിടിച്ചു പറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഗുരുവിൻ്റെ ഒരു ആശയം. അപ്പം
ഏത് സ്ഥാപനം നടന്നു പോകണമെങ്കിലും അതിനെ നിയന്ത്രിക്കാനും അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്താനായിട്ട് അധികാര രംഗത്ത് ആൾക്കാർ വേണം. ഇപ്പോൾ ഒരുപാട് പേര് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത് എല്ലാവർക്കും അധികാരത്തിലാണ് നോട്ടം. ആശ്രമത്തിൽ വരുമ്പോൾ പോലും നമ്മൾ ഒരു സ്വയം പരിവർത്തനത്തിന് വേണ്ടി വരുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ ജീവിതം കൊണ്ട് പഠിക്കാനും നമ്മുടെ തലമുറകളെ തിരുത്താനും, നമ്മളിപ്പോൾ ആധ്യാത്മികമായിട്ടുള്ള വശമാണെങ്കിൽ അത് മനസ്സിലാക്കാനും നമ്മുടെ സമഗ്രമായൊരു തിരിച്ചറിവിന് വേണ്ടി വരുന്ന ഒരു സ്ഥലത്ത് അവിടുത്തെ വന്നു കഴിയുമ്പോൾ അടുത്ത അധികാരത്തിലേക്കാണ് എല്ലാവരുടെയും നോട്ടം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഫ്രസ്ട്രേഷനും അതിൽ നിന്നൊക്കെയാണ് നമ്മൾ ഇതുപോലുള്ള പല പല കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നത്. അപ്പം സീരിയസ് ആയിട്ട് ആശ്രമ സ്വഭാവത്തിലുള്ള മേഖലകളിൽ ശ്രദ്ധിക്കുന്നവനെ സംബന്ധിച്ച് അധികാരം ഒരു വിഷയമേ അല്ല. അധികാരം അവൻ്റെ ശ്രദ്ധയിൽ വരുന്ന കാര്യങ്ങളല്ല. എന്നാൽ അധികാര സ്വഭാവത്തിൽ ഇത് നിയന്ത്രിക്കാൻ ആളുകൾ വേണം. അപ്പോൾ അധികാരികളും അല്ലെങ്കിൽ അവരും തമ്മിലുള്ള ഗുരുശിഷ്യ ബന്ധവും അതിൻ്റെ കാര്യങ്ങളും അത് ആ വഴിക്ക് നീങ്ങണം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സിനിമ തിയേറ്ററിൽ പോകുമ്പോൾ അവിടെ നിയന്ത്രിക്കാൻ ആ തിയേറ്റർ നിയന്ത്രിക്കാൻ ഒരുപാട് മാനേജേഴ്സും സ്റ്റാഫുകളും പല ആൾക്കാരുണ്ട്. സിനിമ കണ്ടിട്ട് പോകുന്നവർ സിനിമ കണ്ട് ആസ്വദിച്ചിട്ട് പോകുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ആശ്രമ സ്വഭാവത്തിൽ സിനിമ ആസ്വദിച്ചു പോകാനല്ല, നമ്മുടെ പ്രവൃത്തി ചെയ്യാനും നമ്മൾ ആ ഭക്തി സാന്ദ്രമായ അനുഭൂതികളും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുട്ടികളും നമ്മുടെ വളർച്ചയും മറ്റ് കാര്യങ്ങളിലാണ് നമ്മുടെ ഫോക്കസ്, നമ്മുടെ ആധ്യാത്മിക കാര്യങ്ങളിലാണ് ഫോക്കസ്. അവിടെ തന്നെ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ആൾക്കാരോട് ഇടപഴകണം, എങ്ങനെ പെരുമാറണം, ഇതെല്ലാം നമുക്ക് ഗുരു വ്യക്തമായ ഗൈഡ് ലൈൻസ് തന്നിട്ടുള്ള സ്ഥിതിക്ക് നമുക്ക് ആ വഴിയിലേക്ക് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു കീ, സ്നേഹം, റെസ്പെക്റ്റ്, നമുക്ക് സെൽഫ് ഇമ്പോർട്ടൻസ് ഒക്കെ കളഞ്ഞ് നമുക്ക് ഈ അധികാര മോഹങ്ങളൊന്നും ഇല്ലാതെ പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാവുന്ന പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അധികാര സ്വഭാവത്തിലുള്ളവരെല്ലാം അങ്ങ് ശരിയായി പോകണം, അല്ലെങ്കിൽ എല്ലാം ശരിയാകണം, ഈ ലോകത്തിലുള്ള എല്ലാം ശരിയാകണമെന്ന് നമ്മൾ പറയുമ്പോൾ സ്പിരിച്വാലിറ്റിയിൽ നമ്മൾ ശരിയായാൽ ലോകം ശരിയായി എന്നുള്ളൊരു വശമുണ്ട്. അതായത് നമ്മുടെ കാഴ്ചപ്പാടിനെ റേസ് ചെയ്തുകൊണ്ട് നമ്മുടെ നമ്മുടെ ലോകത്തിലുള്ള സകല വീക്ഷണങ്ങളും, നമ്മുടെ ലോകത്തിനെ കുറിച്ചുള്ള, വ്യക്തികളെക്കുറിച്ചുള്ള നമ്മുടെ സകല പെരുമാറ്റ രീതികളും വീക്ഷണങ്ങളും മാറുന്നതിനനുസരിച്ച് നമ്മുടെ അനുഭവം വ്യത്യസ്തമായിരിക്കും എന്നുള്ളതാണ്. പിന്നെ അധികാര രംഗത്തുള്ളവരെ സംബന്ധിച്ചാണെങ്കിൽ ഈ അധികാരം, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ, അധികാരം ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ഒരു വ്യക്തി ഇപ്പോൾ ആധ്യാത്മിക രംഗത്ത് നോക്കുമ്പോൾ, സ്പിരിച്വലായിട്ട് നോക്കുമ്പോൾ അധികാരം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. കാര്യം അവിടെ പിഴച്ചാൽ ആ അധികാരത്തിൻ്റെ പിഴവ് കൊണ്ട് അത് ഒരു വലിയ തെറ്റിലേക്ക് ആയിരിക്കും, ഒരുപാട് ജനങ്ങളെ സ്വാധീനിക്കുന്ന ഘടകമായതുകൊണ്ട് അധികാര രംഗത്തുള്ളവർ വളരെയധികം റെസ്പോൺസിബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ജവഹർലാൽ നെഹ്റു, അദ്ദേഹത്തിൻ്റെ ആത്മീയ ഗുരു മഹാത്മാഗാന്ധി മരണപ്പെടുകയും പിന്നെ അദ്ദേഹത്തിനൊരു ഗുരു ഇല്ലാതാവുകയും ചെയ്യുമ്പോൾ ജവഹർലാൽ നെഹ്റു, അന്നത്തെ കാലത്ത് ജിദ്ദു കൃഷ്ണമൂർത്തി വളരെ ചെറുപ്പമായിരുന്നു, പക്ഷേ അദ്ദേഹത്തിനെ വിളിച്ചിരുത്തി സംസാരിക്കുമ്പോൾ ജിദ്ദു കൃഷ്ണമൂർത്തി പറഞ്ഞത് നിരന്തരം അദ്ദേഹം ഇങ്ങനെ സിഗരറ്റുകൾ വലിക്കുകയും അദ്ദേഹം ഇങ്ങനെ ടെൻഷനാവുകയും വിഷമിക്കുകയും ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ എങ്ങനെ മുന്നോട്ട് നയിക്കും എന്നുള്ള രീതിയിൽ വളരെയധികം വിഷമിക്കുന്നതായിട്ടും, എന്ന് വെച്ചാൽ ബിക്കോസ് ജവഹർലാൽ നെഹ്റു വളരെയധികം സീരിയസ് ആയിട്ട് രാജ്യത്തിന് വേണ്ടി ചിന്തിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് അത്രയധികം ടെൻഷൻ. സീരിയസ് ഇല്ലാത്ത ഒരാളിനെ സംബന്ധിച്ച് ഒരു ടെൻഷനും ഇല്ല, എന്താ പ്രശ്നം, എനിക്ക് പവർ ഉണ്ടല്ലോ, എനിക്ക് അധികാരമുണ്ടല്ലോ. പക്ഷേ നെഹ്റുവിനെ സംബന്ധിച്ച് വളരെ സീരിയസ് ആയിരുന്നു. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഗൈഡ് ലൈന് വേണ്ടി അദ്ദേഹം ജിദ്ദു കൃഷ്ണമൂർത്തി സംസാരിക്കാൻ, ജിദ്ദു കൃഷ്ണമൂർത്തിയെ സംബന്ധിച്ച് അദ്ദേഹം ഒരു നെഗറ്റീവ് പാത്തിൻ്റെ വക്താവായതുകൊണ്ട് അദ്ദേഹം എല്ലാം ചെകഞ്ഞ് മാറ്റി ഒബ്സർവ് ചെയ്ത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കൂ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന വ്യക്തിയായതുകൊണ്ട് ആ ഒരു കോൺവെർസേഷനും അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പും നല്ല രീതിയിൽ പോയില്ല. നെഹ്റുവിൻ്റെ ഭാഗത്തുനിന്ന് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് അദ്ദേഹത്തിൻ്റെ രീതികൾ വന്നുപോയി. എനിവേ, പക്ഷേ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഒരു ഇൻ്റലിജൻ്റായ വ്യക്തിയെ സംബന്ധിച്ച് ഭരണം, അധികാരം വളരെ ഒരു സീരിയസ് ആയ റെസ്പോൺസിബിലിറ്റിയാണ്. അതിൽ ഒരു മിസ്റ്റേക്കും വരാൻ പാടില്ല. അത് സീരിയസ് ആയിട്ടുള്ള അധികാര രംഗത്തുള്ളവർ ഈ ഭരണത്തെയോ അധികാരത്തെയോ ആസ്വദിക്കുകയല്ല, അവരെ സംബന്ധിച്ച് അത് വളരെ ഒരു ടാസ്ക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കിക്കൊണ്ട്, പ്രത്യേകിച്ച് ആശ്രമ സ്വഭാവത്തിലൊക്കെ ആകുമ്പോൾ ഈ അതിൻ്റെ കർമ്മദോഷം നമ്മളെയും നമ്മുടെ തലമുറകളെ പോലും സ്പോയിൽ ചെയ്യുമെന്നുള്ളൊരു വശം ഒളിഞ്ഞിരിക്കുമ്പോൾ
ആ രംഗത്തുള്ളവരെല്ലാവരും ഈ കാര്യത്തെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് തന്നെ ചിന്തിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ ആയിരിക്കണം എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് അണ്ടർസ്റ്റുഡാണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ബോധേഡ് ആവേണ്ട എന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ബോധറാവാൻ നമുക്ക് ഗുരുവുണ്ട്, അല്ലെങ്കിൽ അത് ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ ഒരു വശത്തിൽ അത് എല്ലാം ശരിയായ രീതിയിൽ തന്നെ വികസിച്ച് വരുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ആശ്രമ സ്വഭാവത്തിൽ ഞാൻ നോക്കുമ്പോൾ ഓരോരുത്തരുടെയും ജീവൻ്റെ ആഗ്രഹത്തിന് അല്ലെങ്കിൽ ജീവന് വളരാൻ യോജിച്ച രീതിയിലുള്ള സാഹചര്യങ്ങളാണ് ഓരോരുത്തർക്കും കിട്ടുന്നത്. അപ്പോൾ അവരവരുടെ ആ ഒരു കർമ്മമേഖല അത് വലുതെന്നോ ചെറുതെന്നോ വ്യത്യാസമില്ലാതെ അതിനെ നല്ല രീതിയിൽ ചെയ്തു പൂർത്തീകരിക്കാനുള്ള ഒരു അറിവാണ് നമുക്കുണ്ടാകേണ്ടത്. മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഈ പറഞ്ഞ പോലുള്ള വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ തർക്കിക്കുകയും ചിന്തിക്കുകയും ഒന്നും ചെയ്യാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ഒരു ഡിവൈൻ വിഷൻ, ആ ഡിവൈൻ വിഷനിലേക്ക് ഓരോരുത്തരും വളരുക എന്നുള്ളതാണ്. അതാണ് ആശ്രമത്തിലെ ആ ഒരു പരിവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഡിവൈൻ വിഷനിലേക്ക് വളർന്ന് ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത, ഒരു പ്രോബ്ലം ഇല്ലാത്ത. ഇപ്പം ഒരു സ്പിരിച്വൽ ഗുരു, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നു, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു കോട്ട് ഇതാണ്: ദർ ഈസ് നോട്ട് എ സിംഗിൾ പ്രോബ്ലം ഇൻ ദിസ് വേൾഡ്. അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു അവയർനെസ്സിൽ, ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് അവയർനെസ്സിൽ ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ്. ഒരു പ്രോബ്ലം ഇല്ല. അപ്പോൾ ഒരു പ്രശ്നവും ഒരു പ്രോബ്ലവും ഇല്ലാത്ത ഒരു സ്റ്റേറ്റ് ഓഫ് അവയർനെസ് ഉണ്ട് ഹ്യൂമൻ കോൺഷ്യസ്നെസ്സിനെ സംബന്ധിച്ച്. അങ്ങനത്തെ തന്നെ ഒരു പ്രശ്നവും ബാധിക്കാത്ത ഒരു സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്സിലേക്ക്, ആ ലവ്, ആ സ്നേഹം, ആ ഒരു കോൺഷ്യസ്നെസ്സിലേക്ക് റൈസ് ചെയ്തിട്ട് ആ റൈസ് ചെയ്ത വ്യക്തികൾ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റേതായ പരിവർത്തനം ചുറ്റുവട്ടത്തെല്ലാം, പിന്നെ അദ്ദേഹത്തിൻ്റെ ചുറ്റുവട്ടത്തും സമൂഹത്തിലും നാടിലും വീടിലും എല്ലാം വ്യാപിക്കുകയാണ്. അപ്പോൾ ഇതാണ് കോൺഷ്യസ്നെസ്സിനെ റേസ് ചെയ്ത് നോട്ട് എ സിംഗിൾ പ്രോബ്ലം എന്ന് പറയാൻ തക്കവണ്ണം ഉയർന്നു കഴിയുന്ന വ്യക്തികൾ ഒരു സമൂഹത്തിൽ, അതായത് സ്ഥാപനങ്ങളിലോ ആശ്രമത്തിലോ എവിടെയോ ഉണ്ടാകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ അവസാനിക്കാൻ പോകുന്നത്. അപ്പം നാച്ചുറലി നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്തരത്തിലുള്ള വ്യക്തിത്വങ്ങളെ ഡെവലപ്പ് ചെയ്യാൻ നമ്മളും ഗുരുവും ആശ്രമവും എല്ലാം കൂടി ചേർന്ന് പ്രവർത്തിക്കണം കൂട്ടമായി. ഇത്തരത്തിലുള്ള ഒരു കോൺഷ്യസ്നെസ്, ദർ ഇസ് നോട്ട് എ സിംഗിൾ പ്രോബ്ലം എന്ന് കാണാൻ തക്കവണ്ണമുള്ള ഒരു കോൺഷ്യസ്നെസ് ഡെവലപ്പ് ചെയ്ത് ആ കോൺഷ്യസ്നെസ്സിൽ നിന്നുകൊണ്ട് പിന്നെ നമ്മൾ ഈ പറയുന്ന സോക്കോൾഡ് പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാനുള്ള ഒരു പരിശ്രമം. അപ്പോൾ ആ പരിശ്രമത്തിലേക്ക് നമ്മളും ഈ പറയുന്ന ഗുരുവിൻ്റെ ഒരു ആശയത്തിൻ്റെ ഒരു ഗഹനതയിലേക്ക് നമ്മൾ തലമുറകളായി വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ട്രാൻസിഷൻ പീരീഡാണ്. അപ്പോൾ അതിനോടൊപ്പം നമുക്കെല്ലാവർക്കും സഹകരിക്കാനുള്ളൊരു മനസ്ഥിതി, സഹകരിക്കാനും സ്നേഹിക്കാനും ഐക്യപ്പെട്ട് പ്രവർത്തിക്കാനുമുള്ളൊരു മനസ്ഥിതിയാണ് നമ്മൾ ഇപ്പോൾ സ്വാംശീകരിക്കേണ്ടത്. പിന്നെ ഞാനിപ്പോൾ പറയുന്ന, എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വേറൊരാൾ ഇങ്ങനെ സൂചിപ്പിച്ചായിരുന്നു, നമ്മൾ ഈ അഭിപ്രായം എന്താണ്, അല്ലെങ്കിൽ ഗുരുവിന് വേറെ ചില ഒപ്പീനിയൻസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതിൽ ചില വ്യത്യാസം. അപ്പോൾ സുഹൃത്തെ, ഇപ്പോൾ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഞാൻ പറയുന്നത് ആത്യന്തികമായോ അന്തിമമായോ കാര്യങ്ങളല്ല. ഇത് ചില നിഗമനങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ ചില സൊല്യൂഷൻസ് മാത്രമാണ്, അല്ലെങ്കിൽ കാര്യങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ചില വശങ്ങൾ മാത്രമാണ്. ഇപ്പം ശരിയായ കാര്യങ്ങളല്ല, തെറ്റിദ്ധാരണകൾ മാറ്റാനുള്ള കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പം ശരിയായ കാര്യം ഓരോരുത്തരും ആ ശരി എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പം ഞാൻ എപ്പോഴും പറയും, ഞാൻ പറയുന്ന ഒരു പാട്ട് കേൾക്കുന്ന പോലെ കേൾക്കൂ, അത് ശ്രദ്ധിച്ച് കേട്ടാൽ മതി. ഇതിനകത്ത് എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ ആ സത്യം പ്രവർത്തിക്കട്ടെ എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ആത്യന്തികമായ കാര്യങ്ങളല്ല. ഇപ്പോൾ ചിലപ്പോൾ ഗുരു അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിൽ വേറൊരു രീതിയിൽ സംസാരിച്ചു, അപ്പോൾ അതും ഇതുമായിട്ടൊന്നും താരതമ്യം ചെയ്ത് വാക്കുകൾ കൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളല്ല. ഇപ്പോൾ എല്ലാവരും വാക്കുകൾ കൊണ്ട്, ഇപ്പോൾ ഗുരു സംസാരിച്ച വാക്കുകളെല്ലാം നമുക്ക് മനസ്സിലായെന്ന് നമ്മൾ ധരിക്കുകയാണെങ്കിൽ തെറ്റിദ്ധാരണ. ഗുരുവിൻ്റെ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്സിൽ നിന്ന് വന്ന വാക്കുകൾ നമ്മുടെ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്സിൽ എന്ത് രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കിയെന്നുള്ളത് അത് നമ്മൾ പുനർചിന്തനം ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തെറ്റിദ്ധാരണകൾ മാറ്റാൻ വേണ്ടിയാണ് ഈ സംസാരിക്കുന്നത്. ശരിയായ ധാരണകൾ നമ്മൾ തന്നെ സ്വാംശീകരിക്കേണ്ടതുണ്ട്. അപ്പം ഇതിനെ ഒരു ആത്യന്തികമായി ഞാൻ പറഞ്ഞത് ഫൈനലാണ്, അല്ലെങ്കിൽ ഞാൻ ഈ ധാരണയിലാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് തെറ്റിപ്പോയി ശരിയായി. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ശരിയും തെറ്റിലുമല്ല, ഞാൻ പറഞ്ഞത് ആത്യന്തികമാണെന്നല്ല, ഞാൻ എൻ്റെ ഉദ്ദേശം തന്നെ, എൻ്റെ ഈ സംസാരത്തിൻ്റെ ഉദ്ദേശം ഇതിലെ ഞാൻ പറഞ്ഞ പോയിന്റ് ഓഫ് വ്യൂവിൽ പിടിച്ചു നിന്നിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞ എൻ്റെ ഒരു ഉദ്ദേശം സ്നേഹം, സഹകരണം, അവയർനെസ്, ആത്മാർത്ഥത, സത്യസന്ധത, ഈ ഒരു ക്വാളിറ്റിയിലേക്ക് ഉയരാനുള്ള ഒരു വഴിയുണ്ടെന്നും
ആ വഴിയിലേക്ക് വന്നാൽ എല്ലാ പ്രശ്നങ്ങളും പതുക്കെ പതുക്കെ മാറുമെന്നും അങ്ങനെ മാറിയ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ജീവിക്കുമ്പോൾ എല്ലാത്തിനും മാറ്റം വരുമെന്നുള്ള ഒരു വശം തെളിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലാതെ ഞാൻ പറയുന്ന കാര്യങ്ങൾക്കല്ല ഇവിടെ ഇമ്പോർട്ടൻസ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ചില തെറ്റിദ്ധാരണകൾ മാറാൻ വേണ്ടി മാത്രമാണ്, അതിന് ആ രീതിയിൽ മാത്രമേ കാണാവൂ. അല്ലാതെ എൻ്റെ വാക്കുകൾ വെച്ച് വേറെ എന്തെങ്കിലും കാര്യങ്ങളോടൊപ്പം കമ്പയർ ചെയ്തുകൊണ്ട് നമുക്കൊന്നും തന്നെ മനസ്സിലാക്കാൻ കഴിയില്ല. കൂടുതൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാനേ ചിലപ്പോൾ അത് ഉപകരിക്കും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇപ്പോൾ ഗുരുമാർഗത്തില് ഗുരുശിഷ്യ ബന്ധത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ചില സൂത്രങ്ങളും രീതികളെയും കുറിച്ചൊക്കെ നിസ്സാരവൽക്കരിച്ച് സംസാരിച്ചതായിട്ട് തോന്നിയെന്നാണ് പറയുന്നത്. അപ്പോൾ ആ വിഷയം കുറച്ചുകൂടെ നന്നായിട്ട് പ്രസന്റ് ചെയ്യാമായിരുന്നു എന്നൊരു അഭിപ്രായവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ശ്രീ അതിനെക്കുറിച്ച് പറയുന്നത്? ശരിയാണ്. നമ്മളിപ്പോൾ ഒരു ഗുരുമാർഗത്തിൻ്റെ ഈ ഒരു സൂത്രങ്ങൾ, ആ രീതിയിലുള്ള വാക്കുകൾ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ. കാര്യം വളരെ സീരിയസ് ആയിട്ടുള്ള, വളരെ പവിത്രമായിട്ട് കാണുന്ന ഒരു വശത്തിനെ ഞാൻ ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചു. അത് ചിലർക്ക് വിഷമം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു പൊതുസമൂഹത്തിനോട് സംസാരിക്കുന്നത് കൊണ്ടും ഇപ്പം ചെറുപ്പക്കാരും പുതിയ തലമുറയോടൊക്കെ നമ്മൾ ഒരുപാട് അതിവിനയവും അതിഭക്തിയും അങ്ങനെയൊക്കെ ഉള്ളൊരു വിഷയങ്ങൾ കാണിക്കുമ്പോൾ, ഇപ്പം നാച്ചുറലായിട്ട് സ്വാഭാവികമായിട്ട് അല്ലാത്ത രീതിയിൽ സംസാരിക്കുമ്പോൾ അതിൻ്റെ വലിപ്പം അവർക്ക് മനസ്സിലായിട്ടില്ലാത്തത് കൊണ്ട് നമ്മളെ അവരിൽ ഒരുമാതിരി എന്തോ അന്ധവിശ്വാസികളെ പോലെ കാണാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ അറിവുള്ള ഒരു സമൂഹത്തിനെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പോൾ കബീർദാസും ഹഫീസും ഒക്കെ ഒരു ഗുരുമഹിമയെക്കുറിച്ച് പറയുന്നത് കേട്ടാൽ എന്താ പറയുക, അത് അത്രമാത്രം ഒരു വളരെ സീരിയസും പവിത്രമായിട്ടുള്ളൊരു കാര്യമാണ്. വർണ്ണിക്കാൻ കഴിയാത്തൊരു കാര്യവും ഒരു ഗൂഢ രഹസ്യവും അതിൽ ഒളിഞ്ഞിരിക്കുകയാണ് ഈ ഗുരുമാർഗത്തിൻ്റെ ഒരു വശത്ത്. ഇപ്പോൾ ചില ഒരു ഗ്രൂപ്പ്, അതായത് ആധ്യാത്മിക രംഗത്തുള്ള ഒരു വലിയ വിഭാഗം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ശരിയായ ഒരു ഗുരുവിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സാക്ഷാത്കാരമായി എന്നാണ്. അതായത് ഇനി പ്രത്യേകിച്ച് വീണ്ടും സാക്ഷാത്കരിക്കേണ്ട ആവശ്യമില്ല, ഗുരുവിനെ കിട്ടിയാൽ മതി, ഇനി തെറ്റുകൂടാതെ ജീവിച്ച് പോയാൽ മതി, ആ ഗൈഡൻസിൽ പോയാൽ മാത്രം മതി, അത് പൂർണ്ണമായ സാക്ഷാത്കാരത്തിന് തുല്യമാണ് എന്നാണ് പറയുന്നത്. അത് പറയാനൊരു കാരണമുണ്ട്. എന്നാലും മനുഷ്യൻ്റെ സ്വാഭാവികമായി പ്രവർത്തിക്കാനുള്ള അവൻ്റെ രീതികളും അല്ലെങ്കിൽ അവർക്ക് സ്വയം സാക്ഷാത്കരിക്കണമെന്നുള്ളൊരു ആഗ്രഹങ്ങളും ഒക്കെ ഉള്ളവർക്ക് അവരുടേതായ രീതിയിൽ അത് പരീക്ഷിച്ച് നോക്കാം. എന്നാലും ഗുരുമാർഗം അല്ലെങ്കിൽ ഗുരു ലഭ്യത എന്ന് പറയുന്നത് സാക്ഷാത്കാരത്തിന് തുല്യമായൊരു കാര്യമാണ്. അതൊരു വശം. ഇനി ഇപ്പോൾ ആ സാക്ഷാത്കാരത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു അനുഭവം എങ്ങനെ കിട്ടും? ഇപ്പോൾ ചിലരൊക്കെ എന്നോട് പറയാറുണ്ട്, നിങ്ങൾ പറഞ്ഞതുപോലെയൊക്കെ തന്നെ നമസ്കരിച്ചു അല്ലെങ്കിൽ പ്രവർത്തിച്ചു അല്ലെങ്കിൽ സറണ്ടർ ചെയ്തു, പക്ഷേ ഒരു അനുഭവം വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ, ഒരു സെൻ ഗുരുവിനോട് ഒരാൾ വന്ന് എൻലൈറ്റൻമെൻറ്റ് നേടണം, എത്ര സമയം എടുക്കുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു 10 വർഷം. 10 വർഷം കൂടെ നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയ്യോ എനിക്ക് അത്രയും സമയമില്ല, എനിക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് സാധിക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ 20 വർഷം. അതായത് നിങ്ങളുടെ ക്ഷമയെ ആശ്രയിച്ചിരിക്കുകയാണ്. നമ്മുടെ ആ ക്ഷമ ഇൻഫിനിറ്റായിട്ട് നമ്മൾ കാത്തിരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഈ നിമിഷം അത് ലഭ്യമാണെന്നുള്ളതാണ്. അപ്പോൾ അത്രത്തോളം നമ്മുടെ ആ ക്ഷമയും സഹനശക്തിയും സ്നേഹവും എല്ലാം ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ മനസ്സിൻ്റെ പരിവർത്തനം, നമ്മുടെ സമഗ്രമായ ഒരു പരിവർത്തനം വരാത്തിടത്തോളം നമുക്ക് ഈ പറയുന്ന സ്വാഭാവികമായ ഈ ജ്ഞാനാനുഭവം നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു വളരെ അധികം ഇൻഫിനിറ്റ് പേഷ്യൻസോടുകൂടി, വളരെയധികം ഒരു പേഷ്യൻസോടുകൂടി നമ്മൾ ഗുരുവിനോടൊപ്പം പ്രവർത്തിച്ച് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ജീവനും മനസ്സിനുമെല്ലാം പരിവർത്തനം വരുന്നതിനനുസരിച്ച് ജീവിതം കൊണ്ട് പൂർത്തീകരിച്ച് തിരിച്ചറിയേണ്ട ചില രഹസ്യങ്ങളാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പോൾ ചില വ്യക്തികൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോരുത്തർ ഓരോ രീതിയിൽ ചെന്ന് പ്രവർത്തിക്കുമ്പോൾ ചിലപ്പോൾ ഇപ്പോൾ സൂത്രങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ സൂത്രങ്ങളെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും പിന്നെ പ്രിപ്പയർഡ് ആവാൻ തുടങ്ങും. അപ്പം സത്യത്തിൽ ഇത് സൂത്രങ്ങളെന്നോ അല്ലെങ്കിൽ ഈ വിഷയങ്ങൾ അങ്ങനെ ആ രീതിയിൽ സംസാരിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഗുരു ചന്ദ്രനെ കാണിച്ചിട്ട് സൂര്യനെന്ന് പറഞ്ഞാൽ നമ്മൾ അത് വിശ്വസിച്ച് അത്രമാത്രം സീരിയസോടുകൂടി പ്രവർത്തിക്കണമെന്നുള്ളതാണ് കാര്യം. ഗുരുവിൻ്റെ വാക്ക് അത്രമാത്രം സീരിയസോടെ പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് അതിലെ പരാജയങ്ങളിൽ നിന്ന്, അത് ജയമാവട്ടെ പരാജയമാവട്ടെ, പ്രശ്നമാവട്ടെ പ്രോബ്ലമാവട്ടെ വിജയമാവട്ടെ എന്തോ ആവട്ടെ, അതിൽ നിന്നാണ് ഈ കർമ്മം, മനുഷ്യൻ്റെ ജീവനിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ കർമ്മത്തെ ക്ലിയർ ചെയ്ത് ഇയാൾക്ക് ക്ലാരിറ്റിയും സമാധാനവും ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ
അതിനെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുമ്പോൾ അയാളിൽ ഇതേ കർമ്മം സഞ്ചിതമായി വീണ്ടും വീണ്ടും അയാളിൽ ബാധിക്കപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. അപ്പം ഈ ഒരു മിസ്റ്റിക്കൽ സ്കൂളിൻ്റെ അല്ലെങ്കിൽ ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട അത്രയും പവിത്രവും അത്രയും ഡിവൈനും അത്രയും സൂക്ഷിപ്പോടും അത്രയും ശ്രദ്ധയോടും കൂടി ഗുരുവാക്കിനെ മാനിച്ച് അല്ലെങ്കിൽ ഗുരുവിൽ ആ ഈശ്വരനെ ദൈവത്തിനെ കണ്ടുകൊണ്ട് റെസ്പെക്റ്റോടുകൂടി വിനയത്തോടുകൂടി ആത്മാർത്ഥയോടുകൂടി അങ്ങനെ പെരുമാറി ജീവിച്ച് വരുമ്പോൾ നമ്മുടെ എനർജിയിലും ഇതെല്ലാം നമ്മളിങ്ങനെ സ്വാംശീകരിച്ച് നമ്മൾ സംശയിച്ച് നിൽക്കാതെ ഈ പറയുന്ന സദ്ഗുണങ്ങളെല്ലാം നമ്മളിലേക്ക് സ്വാംശീകരിച്ച് പ്രവർത്തിച്ച് വരുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു മാറ്റമാണ് നമ്മളിലേക്ക് ഈ കാഴ്ചയായി, ഈ ഉണർവായി, ഈ തിരിച്ചറിവായി. ഇറ്റ് ഈസ് ലൈക്ക് നമ്മളൊരു ഒരു പ്രോസസ്സിലൂടെ കടന്നുപോയി നമുക്കൊരു പരിണാമം സംഭവിക്കുകയാണ്. ഇപ്പോൾ സൂര്യചന്ദ്രന്മാരുടെ ഈ കറക്കങ്ങളും അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക എല്ലാ ചലനങ്ങളും പരിണാമം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്ന പോലെ നമ്മുടെ ഈ ഒരു ഊർജ്ജത്തെ സ്വാംശീകരിച്ചുകൊണ്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങളും ജീവിതങ്ങളും നമ്മളിൽ ഇങ്ങനെ പരിണാമം ഉണ്ടാക്കി ആ പരിണമിച്ച വ്യക്തിക്കാണ് ഈ കാഴ്ച കിട്ടുന്നത്. പരിണമിച്ച വ്യക്തിക്ക്, അല്ലാതെ ഇപ്പം ഇരിക്കുന്ന ഈ ഊർജ്ജ തലത്തിൽ ഈ ഒരു കോൺഷ്യസ്നെസ്സിൽ ഇരിക്കുന്ന വ്യക്തിക്ക് എന്ത് നമസ്കരിച്ചെന്നും എന്ത് പറഞ്ഞെന്നും എന്ത് പ്രവർത്തിച്ചെന്നും പറഞ്ഞാൽ ഇത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പം അവിടെ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക. നമ്മൾ മറ്റ് അനുഭവങ്ങൾ പറഞ്ഞു തരുന്നവരുടെ അല്ലെങ്കിൽ ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവരുടെ വാക്കുകളെ വിശ്വസിക്കാൻ തയ്യാറാവുക. അപ്പം വാക്കുകളെ വിശ്വസിച്ച് പ്രവർത്തിച്ച് ക്ഷമയോടെ മുന്നേറാൻ നമ്മൾ എപ്പോഴും തയ്യാറായിരിക്കണം. പിന്നെ ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് ഇതുപോലുള്ള വീഡിയോസ് ഒന്നും അധികം ആൾക്കാർ കാണണമെന്നുള്ള ഉദ്ദേശത്തിലൊന്നുമല്ല. എന്നെ സംബന്ധിച്ച് എൻ്റെ കുറച്ചൊരു സുഹൃത്ത് വലയത്തിലുള്ള കുറച്ച് ആൾക്കാരോട് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇതെല്ലാം സംസാരിക്കുന്നത്. കാര്യം അത്തരത്തിൽ ഒരു സീരിയസ് ആയിട്ട് ഇതിനെ മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയുള്ളതാണല്ലോ. അപ്പോൾ എല്ലാവരെയും ഉദ്ദേശിച്ചിട്ടല്ല നമ്മളിതുപോലെ സംസാരിക്കുന്നത്. ഇപ്പോൾ തന്നെ നമുക്കിപ്പോൾ ഇതുപോലെ സംസാരിക്കാൻ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലായ ഒരു വിഷയം, കാര്യം ഇതിൻ്റെ ഒരു മിസ്റ്റേക്ക് വരുന്നതായിട്ട് അല്ലെങ്കിൽ എവിടെയോ ഒരു പെർസെപ്ഷനിൽ ഒരു കുഴപ്പം വരുന്നതും ആ കുഴപ്പം വലിയ വലിയ കുഴപ്പങ്ങളിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുന്നതുമായിട്ട് നമുക്കൊരു അനുഭവം അല്ലെങ്കിൽ നമുക്കൊരു തിരിച്ചറിവ് വന്നു. അപ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷൻ നമ്മൾ അറിഞ്ഞിരുന്നിട്ട് നമ്മളത് പറയാതിരിക്കുന്നത് ശരിയല്ല, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു വശം വെച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, പഴയ ആൾക്കാരെ ഒന്നും ഇപ്പോൾ ആരും നോക്കുന്നില്ല, പഴയ ആൾക്കാരെ ഇനി പുതിയ തലമുറയെ നോക്കിയിട്ടേ കാര്യമുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ആശ്രമത്തിലായാലും പഴയ സ്വഭാവത്തിൽ ഈ മനസ്സിലാക്കി വന്നവരുടെ ഒരു മിസ്റ്റേക്ക് അവർ തിരുത്തുകയാണെങ്കിൽ, കാര്യം അവർക്കുണ്ടാകാൻ പോകുന്ന ആ ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ ആ ഒരു സംതൃപ്തി എത്രമാത്രം വലുതാണെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട്, അതിൻ്റെ ഒരു വാല്യൂ അറിയാവുന്നതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ പഴയ ആൾക്കാരെയും കൂടെ ഉദ്ദേശിച്ചാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ഒരു പക്ഷേ അവർ ഈ തോൽവി എന്താ പറയുക, ഈ അഹന്തയാകുന്ന നമ്മുടെ എല്ലാ പ്രോബ്ലങ്ങളും പ്രശ്നങ്ങളും എല്ലാം ക്യാരി ചെയ്യുന്ന ഈ അഹന്ത, ഈ ഞാൻ്റെ ഈ എല്ലാ തോട്ട് പ്രോസസ്സിലായിട്ട് നമ്മൾ ഈ വെച്ചേക്കുന്ന ഈ സംശയങ്ങളും ഈ പ്രശ്നങ്ങളും പരാതികളും രോഗങ്ങളും പീഡയും നമ്മുടെ ദുരിതങ്ങളും ഈ കർമ്മങ്ങളും എല്ലാം കൂടെ നമ്മളിങ്ങനെ ബണ്ടിലായിട്ടിട്ട് നമ്മൾ വൈബ്രേറ്റ് ചെയ്ത് ചിന്തിച്ചിരിക്കുന്ന ഈ ഭാരം ഒന്ന് ഇറക്കി വയ്ക്കാൻ കഴിഞ്ഞാൽ ഒരു തോൽവിയിലൂടെ അതൊരു ജയമാണ്, അതൊരു വലിയ ജയം. അവിടെ നിന്നുണ്ടാകാൻ പോണ ഒരു സംതൃപ്തി, ഒരു ശാന്തി, അതിൽ നിന്നുണ്ടാകാൻ പോണ ഒരു ക്ലാരിറ്റി, അതിൻ്റെ ഒരു വശം അറിയാവുന്നതുകൊണ്ട്. അപ്പോൾ ഈ പഴയ ഇത്രയും കർമ്മങ്ങളും ഇത്രയും ഹാർഡ് വർക്കുകൾ ഇത്രയും പ്രയത്നങ്ങൾ ഇതിന് ചെയ്തവർ അത് മനസ്സിലാക്കാതെ അവരുടെ ഈ ബണ്ടിൽ ഓഫ് നെഗറ്റിവിറ്റിയുമായിട്ടിരുന്ന് അവരിങ്ങനെ ദുഃഖിക്കുമ്പോൾ അത് ഇറക്കി വെക്കാനുള്ളൊരു വഴി, അതാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് ചെറുപ്പക്കാർ ഓഫ്കോഴ്സ് അവർ എടുത്തോളൂ, അല്ലെങ്കിൽ അവർ കാണട്ടെ. പക്ഷേ പഴയ ആൾക്കാർക്ക് ഇത് ചെയ്ത് അതിൻ്റെ ഒരു പൂർത്തീകരണത്തിൻ്റെ വശത്ത് നിൽക്കുന്ന പഴയ ഒരുപാട് പേർക്ക് ഇതിൻ്റെ ആ ഒരു ഭാരം ഇറക്കി വയ്ക്കാൻ കഴിയുന്നില്ല. ആ തോൽവി ഒരു ജയമാണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അവർക്ക് ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ പഴയ ആൾക്കാർ കുറച്ച് പേർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കാര്യം ഈ ഭാരം തൻ്റെ ഈ നെഗറ്റീവ് ചിന്തകൾ കൊണ്ട്, തൻ്റെ സംശയങ്ങൾ കൊണ്ട്, തൻ്റെ മിസ്അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട്, തൻ്റെ അണ്ടർസ്റ്റാൻഡിങ് തെറ്റാണെന്ന് അറിയാതെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ സൈക്കോളജിക്കൽ പ്രോബ്ലം അത് ഇറക്കി വെച്ചാൽ വളരെയധികം ശാന്തിയും സന്തോഷവും ആ ജീവിതത്തിൻ്റെ ഒരു സമൂലമായൊരു പരിവർത്തനം സംഭവിക്കും എന്നുള്ളൊരു വശം. അങ്ങനെ സംഭവിച്ച കുറച്ച് പേരുണ്ടായാൽ അത് ആശ്രമത്തിനായാലും ലോകത്തിനായാലും എല്ലായിടത്തും അത് റിഫ്ലക്റ്റ് ചെയ്യാനും അതിൻ്റെ ഒരു നന്മയും. അപ്പോൾ അതൊക്കെ ലക്ഷ്യമാക്കിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അത് വളരെ കുറച്ച് പേർ ആയാലും അത് അങ്ങനെ കാണട്ടെ, അതിനെന്തെങ്കിലും ഒരു നന്മ ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാകട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോടെയാണ് നമ്മുടെ ഈ ഒരു പരിശ്രമം.
ശ്രീ കഴിഞ്ഞ വീഡിയോയിൽ കുറിച്ച് ഉണ്ടായ ഒരു പ്രധാനമായിട്ടുള്ള ഒരു അഭിപ്രായം അതെന്താന്ന് വെച്ചാൽ ആ വീഡിയോയിൽ ശ്രീ പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ കുറച്ചുകൂടെ ലളിതമായിട്ട് അതൊന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു എന്ന് വളരെ പേഴ്സണലായിട്ട് എൻ്റെ അടുത്ത് നേരിട്ട് തന്നെ കുറച്ച് പേര് പറഞ്ഞു. കുറച്ച് കട്ടിയായിട്ട് തോന്നി, അതെന്താന്ന് മനസ്സിലാവുന്നില്ല, അപ്പോൾ ഒന്ന് വിശദീകരിക്കണം, അത് ലളിതമാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ ഈ ആധ്യാത്മിക വിഷയങ്ങൾ മനസ്സിലാക്കാനുള്ളതല്ല, മനസ്സിനെ സ്വതന്ത്രമാക്കാനുള്ളതാണ്. അല്ലെങ്കിൽ മനസ്സിൻ്റെ തെറ്റിദ്ധാരണകളും മനസ്സിൻ്റെ തെറ്റായ പ്രവണതകളിൽ നിന്നും ഒരു സ്വാതന്ത്ര്യം നേടാനുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനല്ല ശ്രമിക്കേണ്ടത്. നമ്മൾ ശ്രദ്ധിച്ചത് കേൾക്കുക, നമുക്കത് മനസ്സിലാകുന്നെങ്കിൽ മനസ്സിലാകട്ടെ. കാര്യം നമുക്കത് മനസ്സിലാകാനുള്ള ഒരു അവസ്ഥ അല്ല, അല്ലെങ്കിൽ മനസ്സിലാകുന്നില്ലെങ്കിൽ അതിനെ അങ്ങനെ തന്നെ വിട്ടേക്കൂ. പിന്നെ ഇത് എന്താ പറയുക, നമ്മൾ മനസ്സിലാക്കുന്നെങ്കിൽ മിക്കവാറും അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയി മാറാനാണ് സാധ്യത. ആധ്യാത്മിക രംഗത്ത് നമ്മുടെ ജീവൻ കൊണ്ട് ബോധം കൊണ്ട് ഉണരുകയാണ് വേണ്ടത്. നമ്മൾ ഉണരുകയാണ്. അപ്പോൾ അതിന് നമ്മളെ ഗുരുമാർഗത്തിൽ, അത് ഗുരു കാരുണ്യം കൊണ്ടാണ് നമ്മളത് സാക്ഷാത്കരിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച്, ഈ മനസ്സിലായില്ല അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള ആ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ അത് വിശദമായിട്ട് സംസാരിക്കാം. ഇനി എൻ്റെ ഒരു പേഴ്സണൽ ഡൗട്ടാണ്, അത് ഒരുപാട് പേർക്ക് ഈ ഡൗട്ട് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രശ്നങ്ങൾ എല്ലാം പോസിറ്റീവായിട്ട് കാണണം എന്ന് ശ്രീ എപ്പോഴും പറയുമല്ലോ, എല്ലാം പോസിറ്റീവായിട്ട് കാണണം. അപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ വീട്ടിലായാലും നാട്ടിലായാലും ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലായാലും പ്രവർത്തിച്ചു വരുന്നവരിൽ എന്തായാലും മിസ്റ്റേക്സ് ഉണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും, വഴക്കമുണ്ടാവും. ഇത് നമ്മുടെ നാട്ടിലും സമൂഹത്തിലും എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഇതിന്റെയൊക്കെ അനന്തരഫലങ്ങൾ നമ്മൾ തന്നെയാണ് അനുഭവിക്കുന്നത്. ഇപ്പൊ ജനങ്ങൾ അനുഭവിക്കുന്നു, ഓരോ സ്ഥാപനങ്ങളും അത് അനുഭവിക്കുന്നു. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ അതായത് എല്ലാവരും ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഒരു തെറ്റും കാണരുത്, നമ്മൾ നല്ലത് മാത്രം കാണണം എന്ന് പറയുമ്പോൾ പ്രാക്ടിക്കൽ ലെവലിൽ എങ്ങനെ നമുക്ക് ഒരു ഇഷ്യൂ കൈകാര്യം ചെയ്യാൻ പറ്റും, ഒരു തെറ്റ് തിരുത്താൻ പറ്റും, അല്ലെങ്കിൽ ഒരു നഷ്ടം നമ്മൾ എങ്ങനെ നികത്തും? അപ്പോഴാണ് എല്ലാവരും പറഞ്ഞത് ഇങ്ങനെ വേദാന്തം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്നുള്ള ഒരു ഡയലോഗ് അടിക്കുന്നില്ല ആൾക്കാർ. ഇതിങ്ങനെ പറയാനേ പറ്റൂ, പ്രാക്ടിക്കൽ ഇതൊന്നും നടക്കത്തില്ല, ആത്മീയമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് അത് ലഘൂകരിക്കുന്നു. മനസ്സിലായി. അപ്പോ ഇതിന്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ആധ്യാത്മികമായി ദ ഒബ്സർവർ ഈസ് ദ ഒബ്സർവ്ഡ് എന്നാണ്. അതായത് നമ്മൾ കാണുന്ന ഈ ലോകം നമ്മളിലാണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് കാണുന്നെങ്കിൽ സംതിങ് റോങ് അത് നമ്മളിലും ഉണ്ട് എന്നുള്ള ഒരു വശമാണ് ഒരു ആധ്യാത്മികമായ കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ലോകത്ത്, നമ്മുടെ ഈ ചുറ്റുവട്ടത്ത്, നമ്മുടെ ഈ ജോലി സ്ഥലത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഏരിയയിലുള്ള നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുഴപ്പം നമ്മളിലുണ്ടായി. ഇപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു അയാളെ ചിലർ പറ്റിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും നമ്മൾ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു സംഭവം വരില്ല. അപ്പം നമ്മുടെ കോൺഷ്യസ്നെസ്സിൽ അതിൻ്റെ മെമ്മറീസ് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് പറ്റിക്കുമെന്നുള്ള ഫിയർ വരുന്നത്. ഇപ്പം നമ്മൾ അസൂയപ്പെട്ട് ഒരുപാട് പേര് എന്നോട് ഭയങ്കര ചതി അങ്ങനെ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു. അപ്പം നമ്മളുടെ മനസ്സിൽ നിറച്ചും അതായിരിക്കും, നമ്മൾ അങ്ങനെയൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ എന്തെല്ലാം പ്രോബ്ലങ്ങളും പ്രശ്നങ്ങളും നമ്മൾ പറയുന്നോ അതെല്ലാം നമ്മളിലും എന്തെങ്കിലും തരത്തിൽ ഉണ്ടാവാം. ഒരു പ്രശ്നങ്ങളായിട്ടും എന്താണ് അത് നമ്മൾ വളരെ ഡീപ്പായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ പലരും നമ്മളെ ഉപദ്രവിക്കാനും പറ്റിക്കാനും ചതിക്കാനും, പിന്നെ നമുക്ക് പലതരം അകാരണമായ ഭയങ്ങളും അല്ലെങ്കിൽ നമ്മുടെ സംശയങ്ങളും ഒക്കെ നമ്മുടെ മെമ്മറീസിൽ ഇങ്ങനെ കളങ്കിതമായി കിടക്കുന്നത് കൊണ്ടാണ്. അതിനെ നമ്മൾ എങ്ങനെ മാറ്റുമ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എന്താണ്, ഞാൻ ഒരുപാട് ദുഃഖിച്ചിട്ടുണ്ട്. അപ്പം മിക്കവാറും നമ്മൾ ചെന്ന് ചിലപ്പോൾ പല സ്ഥലത്തും ആളാകാനുള്ള നമ്മുടെ പരിശ്രമം, നമ്മുടെ ഒരു ഹീറോയിസം, അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല, ആരും അതൊന്നും അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ, നമ്മുടെ കോൺഷ്യസ്നെസ്സിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഈ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ കോൺഷ്യസ്നെസ്സിൽ ഉണ്ട് എന്നുള്ള ഒരു വശം. അപ്പോൾ അതിനെ ആധ്യാത്മിക വശം കളയാം. നമുക്കിനി പക്ക പ്രാക്ടിക്കലായിട്ട് അതിനെ നേരിടുന്ന എങ്ങനെയെന്ന് നോക്കുമ്പോൾ, ഇപ്പോൾ നമുക്കിപ്പോൾ ഒരുപാട് പരാതികൾ, ഇപ്പോൾ ആശ്രമ സ്വഭാവത്തിലാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് പരാതികളുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഞാൻ പറയുന്നു ഒരു സൊല്യൂഷൻ ചെയ്യാം. ഇപ്പോൾ ഒരു പരാതിപ്പെട്ടി ഇപ്പോൾ ആശ്രമ സ്വഭാവത്തിലാണെങ്കിൽ അതിപ്പോൾ ലോക സ്വഭാവത്തിൽ എവിടെയും വേണമെങ്കിൽ നമുക്ക് വെക്കാം. ഇപ്പോൾ വെക്കാം, പക്ഷേ അതിനെ ഒബ്സർവ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരും കൂടെ ഉണ്ടാവണമെന്നേ ഉള്ളൂ. ഇപ്പോൾ യഥാർത്ഥ രീതിയിൽ ഇതിനൊരു സൊല്യൂഷനാണ് ഇപ്പോൾ ഒരു പരാതിപ്പെട്ടി. ഇപ്പോൾ അതിപ്പോൾ ഏറ്റവും ടോപ്പിലുള്ള അധികാരികളെ തൊട്ട് വ്യക്തികളും സ്ഥാപനങ്ങളും അതിൻ്റെ ഹെഡുകളെക്കുറിച്ചും ആരെക്കുറിച്ചായാലും ഒരു പരാതി, ആർക്കെന്ത് പരാതി ഉണ്ടെങ്കിലും ആ പരാതി അതിനകത്ത് എഴുതിയിടുക. അപ്പോൾ ഈ പരാതിയെ പരിഗണിക്കുമ്പോൾ വെറുതെ ഇല്ല, നാട്ടിൽ ചുമ്മാ ഇപ്പം നമ്മുടെ ഈ സിനിമാ ഫീൽഡിലൊക്കെ വിളിച്ചു പറയുന്ന പോലെ എന്തും വിളിച്ച് പറയുന്നതല്ല. പരാതി അങ്ങ് എന്തും വിളിച്ച് പറഞ്ഞാൽ പോരാ. ഈ പരാതി പറയുമ്പോൾ
നമ്മൾ ആ പരാതിയെ കറക്റ്റായിട്ട് പഠിക്കേണ്ടി വരും. അതായത് ഈ പരാതി, ഒരാളുടെ പരാതി നമ്മളിപ്പോൾ ഒരു പിന്നെ സ്പിരിച്വൽ രീതിയിൽ ഇതിനെ എങ്ങനെ, ഒരു സ്പിരിച്വൽ ആധ്യാത്മിക രീതിയിൽ പരാതി എങ്ങനെ സൊല്യൂഷൻ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ഇപ്പോൾ പരാതി നമ്മൾ ഒരാൾ എഴുതിയിടുമ്പോൾ ആ ഒരു വളരെയധികം ഒബ്സർവ് ചെയ്യുന്ന ഒരു കമ്മിറ്റി ഈ പരാതി എടുത്ത് വായിച്ച് നോക്കിയിട്ട് ഈ വ്യക്തിയെക്കുറിച്ച് മനസ്സിലാക്കുക, ഈ വ്യക്തിയുടെ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഒരു മനോനില പക്ക നല്ല ക്വാളിറ്റിയുള്ള മൈൻഡാണോ, അല്ലെങ്കിൽ അയാളുടെ സംശയങ്ങളാണോ, അയാളുടെ പ്രോബ്ലമാണോ, അയാളുടെ ഒരു മാനസിക നിലയെക്കുറിച്ചൊരു പഠനം നടത്തുക, അയാളുടെ സംശയങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ അയാളുടെ സ്വഭാവത്തെക്കുറിച്ചൊരു പഠനം നടത്തുക, അയാളുടെ മോട്ടീവ്സിനെ കുറിച്ച് പഠനം നടത്തുക. അയാൾ ഇങ്ങനെ ഒരു പരാതി ഉന്നയിക്കാനുള്ള മോട്ടീവ് എന്താണ്? അയാൾക്ക് സ്വാർത്ഥലാഭമാണോ അല്ലെങ്കിൽ ആത്യന്തികമായ നന്മയാണോ? അയാൾക്ക് വല്ല ലക്ഷ്യങ്ങളും ഉണ്ടോ? അയാൾക്ക് ഈ പരാതി പറഞ്ഞ ആളിനെക്കുറിച്ച് വിരോധമുണ്ടോ? അയാൾ പേഴ്സണലി വൈരാഗ്യം തീർക്കുന്നതാണോ? പിന്നെ ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ്? പിന്നെ ഇവർ തമ്മിൽ ഇപ്പോൾ ബന്ധമില്ലെങ്കിൽ ഇനി മുൻജന്മങ്ങൾ, കാര്യം നമ്മൾ സ്പിരിച്വൽ പാത്തിൽ അങ്ങനെ നോക്കണം, ഇവരെന്താണ് ഈ കണക്ഷൻ, ഇങ്ങനെ ഒരു വൈരാഗ്യം വരാൻ? അതിനുശേഷം ഇവർ ഉന്നയിക്കുന്നതിൻ്റെ നന്മ എന്താണ്, ഇവരുടെ സൈക്കോളജിക്കൽ ലെവൽ എന്താണ്, ഇവരുടെ ഉദ്ദേശം എന്താണ്? അങ്ങനെ നമ്മൾ സമഗ്രമായി ഈ പരാതി ഉന്നയിച്ച, പരാതി പറഞ്ഞ ആളിനെക്കുറിച്ച് സകലതും പഠിച്ച്, അല്ലെങ്കിൽ നമ്മൾ ഒരു കമ്മിറ്റി അതിനെക്കുറിച്ച് പഠിച്ച്, അല്ലെങ്കിൽ അയാൾ ഉന്നയിച്ച കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച്, മറ്റേ പരാതി ഉന്നയിച്ച ആളിനെയും പഠിച്ച്, നമ്മൾ രണ്ടുപേരെയും ഇരുത്തി ഇതിനെക്കുറിച്ചൊരു കൗൺസിലിങ്ങും ചെയ്ത്, എന്നിട്ട് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നില്ലെങ്കിൽ നമുക്ക് ഗുരുവിനോട് ചെന്ന് സംസാരിച്ച് ഇതെന്താണ്, അപ്പോൾ ആരാണ് ഇതിൽ സഹിക്കേണ്ടത്, ആരാണ് ഇതിൽ തിരുത്തപ്പെടുത്തേണ്ടതെന്ന് ഗുരുവിനോട് തന്നെ നമുക്ക് ചോദിക്കാവുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പരാതി ഈ പറഞ്ഞ പോലെ നമുക്ക് തോന്നുന്ന പോലെ എന്തെങ്കിലും പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. ആ പരാതി പറയുമ്പോൾ അതിൻ്റെ പരാതിയുടെ സമഗ്രമായ ഒരാളുടെ കോൺഷ്യസ്നെസ് എന്ന് ഈ പരാതി ഉണ്ടാകാൻ തക്ക കാരണം എവിടെ നിന്നുണ്ടായി, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ കാരണം, എന്താണ് അതിൻ്റെ ലക്ഷ്യം. ഇത് നമ്മളിത് കണ്ടുപിടിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഈ കള്ളത്തരങ്ങളൊക്കെ നമുക്ക് തന്നെ മനസ്സിലാവും. ഒരുപാട് നമ്മൾ ഈ കറക്റ്റ് എല്ലാം ശരിയാവണമെന്ന് പറയുമ്പോൾ അത് ശരിയാകാനാണോ, അത് ആരുടെടുത്തെങ്കിലുള്ള അസൂയയാണോ, ദേഷ്യമാണോ, വൈരാഗ്യമാണോ, അല്ലെങ്കിൽ നമുക്ക് സ്വാർത്ഥപരമായിട്ട് ആ സ്ഥാനമോഹമാണോ, എന്താണ്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഹിഡൻ ലക്ഷ്യങ്ങൾ എന്നീ ഒരാളുടെ പരാതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇനി ആരും പരാതി എഴുതണ്ടെന്നല്ല, പക്ഷെ ഇങ്ങനെയുള്ള പരാതികൾ എഴുതുമ്പോൾ എല്ലാം പഠിച്ചിട്ട് വേണം ഒരു പരാതി പറയാനും എഴുതാനും. അങ്ങനെയുള്ള പരാതികൾ വേണമെങ്കിൽ നമുക്ക് പരിഗണിക്കാവുന്നതാണ്. അപ്പം അങ്ങനെയുള്ളൊരു പരാതിപ്പെട്ടി നമുക്ക് ഉണ്ടാക്കി വയ്ക്കാം. ഡിജിറ്റൽ അല്ലേ, പെട്ടി വേണ്ട, ശരി, ഡിജിറ്റൽ ആയാലും എങ്ങനെ ആയാലും പേര് വെച്ചെഴുതണം. പേര് വെക്കാതെ എഴുതിയിട്ട് കാര്യമില്ല. കാര്യം പേര് വെച്ചെഴുതിയാലേ ഈ ആളിനെ കുറിച്ച് സമഗ്രമായ പഠനം നടത്തി, കാര്യം അങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഡിജിറ്റൽ പരാതിപ്പെട്ടി അല്ല, എപ്പോഴും നല്ലതാണ് അങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. കാര്യം ഈ ആളിൻ്റെ സകല മാനസിക പ്രശ്നങ്ങൾ അതോടെ മാറാനുള്ളൊരു സാധ്യതയുണ്ട്. ഈ ഗുരുമാർഗങ്ങളായ മിസ്റ്റിക്കൽ പാത്തിൽ ഇപ്പോൾ ഒരാളൊരു പരാതി പറയുന്നത് എപ്പോഴും നല്ലതാണ്. കാര്യം ആ പരാതിയുമായി ബന്ധപ്പെട്ട സകല പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും. ചിലപ്പോൾ അയാളുടെ ജീവിതത്തിന് തന്നെ അടിമുടിയായിട്ട് മാറ്റം വരും ഒരു പരാതി പറയുന്നതിലൂടെ. അതാണ് ഈ പരാതിയുടെ ഒരു ഗുണം. അതുകൊണ്ട് തീർച്ചയായിട്ടും പരാതി ചുമ്മാ നമ്മൾ നുണ പറയുന്ന പോലെ പിറുപിറുത്തോണ്ടിരിക്കാതെ പരാതികളുണ്ടെങ്കിൽ മുന്നോട്ട് വന്ന് അത് എക്സ്പ്രസ് ചെയ്യാനും അതിൻ്റെ ആ പരാതിയുടെ സകല വശങ്ങളും നമ്മൾ പഠിക്കാനും തയ്യാറായിരിക്കണം. അങ്ങനെ തയ്യാറാണെങ്കിൽ പരാതികൾ നല്ലതാണ്. ഞാൻ പറയുന്നത് നല്ല രീതിയിലുള്ള പരാതികൾ എപ്പോഴും നല്ലതാണ്. അങ്ങനെ ആ പരാതിയിലൂടെ നമുക്ക് എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും. ഏത് മേഖലയിലും ഓപ്പണായിട്ട് ഈ പറയുന്നതൊക്കെ അങ്ങനെ പരാതി ഉള്ളവർ മുന്നോട്ട് വരണം. ആ പരാതി പറയണമെന്ന് അങ്ങനെയാണെങ്കിൽ വളരെ ആലോചിച്ചും കണ്ടും മാത്രമേ പരാതി എനിക്കൊരു പരാതി ഇല്ല എന്ന് പറഞ്ഞു. അതെ, വളരെ ആലോചിച്ചിട്ട് വേണം. അതാണ് റെസ്പോൺസിബിലിറ്റിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. മിക്കവാറും നമ്മൾ പരാതികളെ കുറിച്ച് സ്വയം ഒരുപാട് അന്വേഷിക്കുമ്പോൾ നമുക്ക് ഈ പരാതി ഉണ്ടാകാനുള്ള, നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പരാതി ഉണ്ടാകാനുള്ള എല്ലാ സമഗ്രമായ കാര്യങ്ങളും നമുക്ക് കണ്ടിട്ട് മിക്കവാറും നമുക്ക് തന്നെ സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജീവിതത്തിൽ നമ്മൾ ജീവിച്ചു വരുമ്പോൾ ഒരുപാട് പരാതികൾ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ചില സ്ഥലത്ത് അഫ്കോഴ്സ് കുറേ പരാതികളുണ്ട്, കാര്യങ്ങളായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള പരാതികളുണ്ട്. അത് നമുക്കിപ്പോൾ എൻ്റെയൊക്കെ ലൈഫിലാണെങ്കിൽ ഞാൻ അവസാനം ഒരു നിവൃത്തി ഇല്ലാതെ വരുമ്പോഴാണ് നമ്മൾ എന്തിനെങ്കിലും പ്രതികരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ മാക്സിമം എല്ലാ കാര്യങ്ങളും സഹിക്കുകയാണ് ഇതുവരെയുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇതുവരെയുള്ള നമ്മുടെ ഒരു ജീവിത അനുഭവങ്ങളിൽ നിന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ആധ്യാത്മികമായ മാർഗത്തിലൂടെ തന്നെയാണ്, അല്ലെങ്കിൽ ഗുരുമാർഗത്തിലൂടെ, അല്ലെങ്കിൽ ഒരു ഗുരുകാരുണ്യം കൊണ്ട് തന്നെയാണ് ഇത് മനസ്സിലാക്കിയിട്ട് ഷെയർ ചെയ്യുന്നത്. അല്ല നമ്മൾ പ്രാക്ടിക്കലാക്കാത്ത, നമ്മൾ പ്രവർത്തിക്കാത്ത ഒരു കാര്യങ്ങളും നമ്മൾ സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇപ്പം നേരത്തെ ഞാൻ പറയാമെന്ന് പറഞ്ഞത് ഉൾപ്പെടെ വേറെ ചില കാര്യങ്ങൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ സംസാരിക്കാം. സദ്ഗുരുവേശ്വരൻ.